ബഹുമാന്യനായ കെ.പിക്ക് ശേഷം നേതാവായി സ്വയം അവരോധിതനായ നമ്മുടെ ജനറൽ സെക്രട്ടറി, അതായത് എ.പി. അബ്ദുൽ ഖാദർ മൗലവിയുടെ സംഹാര താണ്ഡവങ്ങളുടെ കഥകൾ പലതും പറയാനുണ്ട്. ആദർശ വ്യതിയാനം ആരോപിക്കപ്പെട്ട പണ്ഡിത നേതാക്കളും മറ്റും ഉൾപ്പെട്ട സംസ്ഥാന കൌൺസിലർമാരെ ഭീഷണിപ്പെടുത്തി തനിക്കനുകൂലമായി വോട്ട് ചെയ്യിക്കാനും എതിരായി വോട്ട് ചെയ്താൽ കൈകാര്യം ചെയ്യാനും വേണ്ടി എറണാകുളത്തു നിന്നും നൂരിഷ എന്ന പണക്കാരന്റെ നേതൃത്വത്തിൽ ഒരു ഗുണ്ടാ സംഘത്തെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കൌൺസിലിൽ ജാമിഅ സലഫിയ്യയുടെ പവിത്രമായ കാമ്പസിൽ കാവൽ നിർത്തിയിരുന്നു നമ്മുടെ ജനറൽ സെക്രട്ടറി. രാത്രിയും പകലും തങ്ങിയ ഗുണ്ടകൾ തിരിച്ചു പോയപ്പോൾ വിദേശ ബ്രാൻഡുള്ള മദ്യക്കുപ്പികൾ ക്യാമ്പസിൽ നിന്നൊഴിവാക്കാൻ തൗഹീദിന്റെ ധീര പടയാളിയായ ജനറൽ സെക്രട്ടറിയും കോക്കസും ഏറെ പാടുപെട്ടു. ഗ്രൂപ്പ് തർക്കത്തിന്റെ ഒടുവിൽ ജാമിഅ സലഫിയ്യയിൽ വെച്ച് നടന്ന തെരഞ്ഞെടുപ്പിൽ കൌൺസിലർമാരെ സ്വാധീനിക്കുന്നതിന് വേണ്ടി മൗലവി ഗ്രൂപ്പ് മദ്യം വിളമ്പുകയും ആ മദ്യം വിതരണം ചെയ്യപ്പെട്ട കുപ്പികൾ പെറുക്കിക്കളയുന്നതിന് വേണ്ടി നമ്മുടെ ജനറൽ സെക്രട്ടറി എ.പി. അബ്ദുൽ ഖാദർ മൗലവി ഏറെ പാടുപെട്ടതായി മടവൂർ ഗ്രൂപ്പ് അവരുടെ അനുഭവ സാക്ഷ്യം സഹോദരങ്ങളെ ഈ പുസ്തകത്തിൽ വിശദീകരിക്കുന്നു. മാത്രമല്ല, തുടർന്ന് അദ്ദേഹം പറയുന്നു, തെരഞ്ഞെടുപ്പിന് ശേഷം ആദ്യം നടന്ന എറണാകുളം കൌൺസിലിലും ഈ ഗുണ്ടകൾ വിളയാടി. ഇതേ ഗുണ്ടാ സംഘം തന്നെ വളയംകുളം എം.വി.എം. സ്കൂളിൽ ഈയിടെ പലതവണ സംഹാര താണ്ഡവമാടി. പ്രദേശത്തെ മുഴുവൻ മുജാഹിദ് പ്രവർത്തകരും അന്നാട്ടുകാരനായ ഈ ജനറൽ സെക്രട്ടറിയെ കൈയൊടിച്ചപ്പോൾ എം.വി.എം. സ്കൂൾ പിടിച്ചെടുക്കാൻ ഇദ്ദേഹത്തിന് പ്രൊട്ടക്ഷനായി ആ ഗുണ്ടകളെയല്ലാതെ ലഭിച്ചില്ല. എം.വി.എം. സ്കൂളിന്റെ ചെയർമാനാണത്രേ ഇദ്ദേഹം. സ്കൂളിന്റെ പ്രവർത്തകരെ തല്ലിച്ചതച്ച് ആശുപത്രിയിലാക്കിയ ഗുണ്ടകൾ സ്ഥലം വിട്ടപ്പോഴും മദ്യക്കുപ്പികൾ കാലിയാകാതെ സ്കൂൾ ക്യാമ്പസിൽ കിടന്നിരുന്നു. അന്നാട്ടുകാരായ മനുഷ്യർ ചോദിക്കുന്നു, ഇതാണോ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാവ് എന്ന്? അപ്പോ ഗ്രൂപ്പ് പ്രവർത്തനത്തിന്റെ ഭാഗമായി അനുയായികളിൽ നിന്ന് വോട്ട് തട്ടിയെടുക്കുന്നതിന് വേണ്ടി മുഹമ്മദ് അബ്ദു സ്വീകരിച്ച മദ്യപാനം എന്ന സംസ്കാരം ഈ മൗലവിമാര് സ്വീകരിക്കുകയും അനുയായികൾക്ക് ധാരാളമായി വിദേശ മദ്യം വിതരണം ചെയ്യുകയും ചെയ്തു എന്ന് അവരുടെ തന്നെ പ്രസിദ്ധീകരണത്തിൽ സഹോദരങ്ങളെ എഴുതി വച്ചിരിക്കുന്നു. ഇതാണ് വഹാബിസം. ഈ വഹാബിസത്തിലാണ് നമ്മുടെ ചില ആളുകൾ പറയുന്നത്, കുറച്ച് അവര് പറയുന്നതിലും കാര്യമുണ്ട്, കുറച്ചൊക്കെ അവര് പറയുന്നതിലും കാര്യമുണ്ട് എന്ന് പറയുന്നത് മുഹമ്മദ് അബ്ദു നേതൃത്വം നൽകുന്ന അദ്ദേഹത്തിൽ നിന്ന് ആശയം സ്വീകരിച്ചുകൊണ്ട് മദ്യപാനവും പെണ്ണുപിടിയും പലിശ ഹലാലാക്കിയത് ഇന്നലെ ഞാൻ വിശദീകരിച്ചല്ലോ. മുഹമ്മദ് അബ്ദുവിന്റെ കാഴ്ചപ്പാടിൽ പലിശ അനുവദനീയമായിരുന്നു. ആധുനിക മുജാഹിദുകളുടെ കാഴ്ചപ്പാടിലും പലിശ അനുവദനീയമാണ്. മുഹമ്മദ് അബ്ദുവിന്റെ കാഴ്ചപ്പാടിൽ മദ്യപാനം അനുവദനീയമായിരുന്നു. നമ്മുടെ വഹാബികളും മദ്യം കുടിക്കുന്നു. മദ്യം കുടിക്കുന്നതിന് സമ്മതിച്ചുകൊണ്ടും ഹുസൈൻ സലഫി എന്ന വഹാബി പണ്ഡിതൻ നടത്തുന്ന പ്രസംഗം നിങ്ങൾ നോക്കൂ. പിന്നെ ചില ആളുകൾ ഇപ്പോൾ നടക്കുന്നു, നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പിരിഞ്ഞുപോയ ആളുകൾ നടക്കുന്നു. എന്തിന്? ഐക്യം വേണമെന്ന്. എന്തിനാ കൂട്ടരെ നിങ്ങൾക്ക് ഐക്യം? എന്തിനാണ് സുഹൃത്തുക്കളെ ഐക്യം? നിങ്ങൾ ആരോടാണ് ഐക്യപ്പെടുന്നത്? ആരുടെ പിന്നാലെ വരാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? സാക്ഷാൽ ഗുണ്ടകളുടെ മുമ്പിൽ വിളമ്പിയ മദ്യക്കുപ്പികൾ പെറുക്കിക്കൂട്ടാൻ വേണ്ടി വല്ലാതെ പാടുപെടേണ്ടി വന്ന ജരാനരകൾ ബാധിച്ച മസ്തിഷ്കം വറ്റിവരേണ്ട ബഹുമാന്യനായ ഒരു ജനറൽ സെക്രട്ടറിയുടെ പിന്നിലേക്ക് വരാൻ നിങ്ങൾക്ക് മനസ്സാക്ഷിക്കുത്തില്ലേ? എന്താണ് അദ്ദേഹം ചോദിക്കുന്നത്? മദ്യം വിതരണം ചെയ്ത് അനുയായികളുടെ വോട്ട് ശേഖരിച്ച് ജനറൽ സെക്രട്ടറി പദം പിടിച്ചൊതുക്കിയ എ.പി. അബ്ദുൽ ഖാദർ മൗലവിയുടെ പക്ഷത്തേക്ക് വീണ്ടും തിരിച്ചു വരാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് മടവൂർ ഗ്രൂപ്പിനോട് ചോദിക്കുക. ഹുസൈൻ സലഫി ചോദിക്കുന്നു, ഞങ്ങൾ മദ്യം കുടിച്ചവരല്ലേ, മദ്യം വിതരണം ചെയ്യുന്നവരല്ലേ,
അങ്ങനെ മദ്യക്കുപ്പിയും മദ്യവും വിതരണം ചെയ്യുന്ന ഞങ്ങളുടെ പക്ഷത്തേക്ക് വരാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര താല്പര്യം? അതിനനുവദിക്കുകയില്ല എന്ന് ഹുസൈൻ സലഫി പ്രസംഗിക്കുന്ന ചിത്രമാണ് സഹോദരങ്ങളെ നിങ്ങൾ കണ്ടത്. ഇവിടെ ഞാൻ ഇടക്ക് കയറി ഒരു കാര്യം സൂചിപ്പിക്കുന്നു. ഈ മൗലവിമാര് പലപ്പോഴും സുന്നികളുടെ തലീകെട്ട് കളിയാക്കും. സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ തൊപ്പി വെച്ചാൽ അത് ഇസ്ലാമിലില്ലെന്ന് പറയും. സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ തലയിലൊരു മുണ്ടിട്ടാൽ അത് ഇസ്ലാമിലില്ലെന്ന് പറയും. ഇവര് കേരളത്തില് എല്ലാ സ്ഥലങ്ങളിലും തൊപ്പിയോ അല്ലെങ്കിൽ തലപ്പാവോ അതുമല്ലെങ്കിൽ ഒരു തലമറക്കാനുള്ള ഒരു തുണിയുടെ കഷ്ണം പോലുമില്ലാതെ അങ്ങനെ വലിയ ക്രൈസ്തവ പാതിരിമാരെ പോലെ ഇവർ. എന്നാൽ ഇവര് തന്നെ ഗൾഫിലെത്തിയാൽ അറബികളെ പൈസ കിട്ടണമല്ലോ, അതിനുവേണ്ടി ഇവര് ചട്ടി വെക്കും, മുണ്ട് വെക്കും. അങ്ങനെ അവസരോചിതം ഓന്തിനെ പോലെ നിറം മാറുന്ന ചില മൗലവിമാരുടെ ചിത്രം നിങ്ങൾ നോക്കൂ. സഹോദരങ്ങളെ, അത് ഓന്തിന്റെ ചിത്രം. തൊപ്പിയും തലപ്പാവും പരിഹസിക്കുകയും അത് പറഞ്ഞ് സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തകരെ കളിയാക്കുകയും ചെയ്യുന്ന മുജാഹിദ് മൗലവിമാർ അറബികൾക്ക് മുമ്പിലെത്തുമ്പോൾ കവാത്ത് മറക്കുന്നു. എവിടുന്നാണ് ഇവർക്ക് ഈ തൊപ്പി എന്നാ മനസ്സിലാകാത്തത്? സക്കരിയ സലാഹിന്റെ തലയിൽ കണ്ടില്ലേ നിങ്ങൾ ചട്ടി കമഴ്ത്തിക്കൊണ്ടാണ് അദ്ദേഹം ഗൾഫിൽ പ്രസംഗിക്കുന്നത്. അബ്ദുറഹ്മാൻ സലഫിയും ഹുസൈൻ സലഫിയും എല്ലാം തൊപ്പിയും തലപ്പാവും മുണ്ടും അണിഞ്ഞുകൊണ്ടാണ് സഹോദരങ്ങളെ ജനങ്ങൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഇത് ഞാൻ ഇന്നലെ പറഞ്ഞ പൗരോഹിത്യത്തിന്റെ ഭാഗമാണ്. അവസരോചിതം നിറം മാറുകയും ജനങ്ങളെ വഞ്ചിക്കുകയും ചെയ്യുന്ന മനുഷ്യർ അവർ തന്നെ കോഴിക്കോട്ടെ എയർപോർട്ടിൽ സഹോദരങ്ങളെ വിമാനമിറങ്ങിയാൽ തൊപ്പിയും മുണ്ടും മാറ്റി അതുകൊണ്ട് കോണകം ചുറ്റി വീണ്ടും മൗലവി അനുയായികളുടെ അനുചരന്മാരുടെ കുഞ്ഞാടുകളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അവരെ വഞ്ചിക്കുകയും അവരെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യും. നമ്മുടെ പണ്ഡിതന്മാര് ഇവിടെ വയത് പറയുമ്പോ ഏത് തൊപ്പിയും തലപ്പാവുമാണോ ധരിക്കുന്നത്, അതേ തൊപ്പിയും തലപ്പാവും ദുബൈയിൽ ചെന്നാലും അബുദാബിയിൽ ചെന്നാലും അമേരിക്കയിൽ ചെന്നാലും ഉണ്ടാവും. എന്നാൽ ഇവന്മാരോ വളരെ വൃത്തികെട്ട രൂപത്തിൽ ഇവരുടെ കുഞ്ഞാടുകളെ വഞ്ചിച്ചുകൊണ്ട് വികൃതമായ വേഷം ധരിച്ച് കുരങ്ങൻ വേഷം കെട്ടി ഇവിടെ ജനങ്ങൾക്ക് മുമ്പിൽ ആടുകയും അവിടെ തന്നെ ഇസ്ലാമിക വേഷം ധരിച്ചുകൊണ്ട് അറബി സഹോദരങ്ങളെ വഞ്ചിച്ച് പണമുണ്ടാക്കി ആ പണം കൊണ്ട് വിദേശ മദ്യം ശേഖരിച്ച് ആ മദ്യം കൊണ്ടുവന്ന് കൗൺസിലിൽ വിതരണം ചെയ്ത് വോട്ട് തട്ടി അധികാരത്തിലെത്തുന്ന പ്രവർത്തനമാണ് കേരളത്തിലെ വഹാബി പൗരോഹിത്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം മാത്രം മിതമായ ഭാഷയിൽ ഞാനിപ്പോൾ പറയുന്നു. സഹോദരങ്ങളെ, അതുകൊണ്ട് കഴിഞ്ഞില്ല. മുഹമ്മദ് അബ്ദുവിന്റെ മുഅ്ജിസത്ത് നിഷേധത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. ഇദ്ദേഹം അബാബീൽ പക്ഷികളെ പ്ലാഗ് രോഗമായി ചിത്രീകരിച്ചു. അതുപോലെ തന്നെ സഹോദരങ്ങളെ, കേരളത്തിലെ വഹാബിസത്തിന്റെ ഹദീസ് പണ്ഡിതൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സലാം സുല്ലമി, ഈ മനുഷ്യൻ ചന്ദ്രൻ പിളർന്ന സുപ്രസിദ്ധമായ ഒരു സംഭവമുണ്ട് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ. അബൂജഹലും കൂട്ടുകാരും വന്ന് അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, ആകാശലോകത്ത് കാണുന്ന ചന്ദ്രൻ അതിനെ 2 പിളർപ്പാക്കി നീ കാണിച്ചു തന്നാൽ ഞങ്ങൾ വിശ്വസിച്ചോളാം. അള്ളാഹുവിന്റെ റസൂല് സഹോദരങ്ങളെ ചന്ദ്രൻ 2 പിളർപ്പാക്കി കാണിച്ചു കൊടുക്കുകയും പരിശുദ്ധ ഖുർആൻ ആ സംഭവം വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഖുർആൻ വിശദീകരിച്ച ആ സംഭവത്തെ കൂടുതൽ വ്യക്തമാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇമാം ബുഖാരി നിവേദനം ചെയ്യുന്ന ഹദീസിൽ വിശദീകരിക്കുന്നു. അൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാല ഇൻ ശക്കൽ ഖമറു അലാ അഹദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ ചന്ദ്രൻ പിളർന്നു. ഫിർഖത്തൈനി, 2 ഭാഗമായി പിളർന്നു. ഫിർഖത്തുൻ ഫൗക്കൽ ജബലി,
ഒരു ഭാഗം പർവ്വതത്തിന്റെ മുകളിലും വഫിർഖത്തുൻ മറ്റൊരു ഭാഗം ദൂനഹു പർവ്വതത്തിന്റെ താഴ്വാരത്തും, ഒരു ഭാഗം പർവ്വതത്തിന്റെ താഴ്വാരത്തും മറ്റൊരു ഭാഗം പർവ്വതത്തിന്റെ മുകളിലുമായി ചന്ദ്രൻ അള്ളാഹുവിന്റെ റസൂല് പിടർത്തി കാണിച്ചു കൊടുത്ത് ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂല് പിന്നീട് പറഞ്ഞു, ഇശ്ഹദൂ, നിങ്ങൾ നോക്കുവീൻ, നിങ്ങളല്ലേ എന്നോട് ചന്ദ്രൻ പിളർത്തിത്തരാൻ വേണ്ടി ആവശ്യപ്പെട്ടത്, അതാ ചന്ദ്രൻ പിളർന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് മലയുടെ മുകളിലേക്ക് ചൂണ്ടിക്കാണിച്ച് ശത്രുക്കൾക്ക് അള്ളാഹുവിന്റെ റസൂല് കാണിച്ചു കൊടുത്തു എന്ന കാര്യം ഇമാം ബുഖാരി തന്റെ സ്വഹീഹിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വിഷയം തന്നെ പരിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ മുഅ്ജിസത്ത് അടിസ്ഥാനപരമായി തന്നെ നിഷേധിക്കുകയാണ് അബ്ദുസ്സലാം സുല്ലമി. അള്ളാന്റെ ഖുർആൻ പറഞ്ഞ, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ചന്ദ്രൻ പിളർന്ന സംഭവം നമ്മുടെ കേരളത്തിൽ നിന്നും ചേരമാൻ പെരുമാൾ എന്ന് പറയുന്ന പഴയകാല രാജാവ് സഹോദരങ്ങളെ ഇസ്ലാമിലേക്ക് വന്ന് താജുദ്ദീൻ എന്ന പേര് സ്വീകരിച്ച് മുസ്ലിമായി അദ്ദേഹം മരണപ്പെട്ട് അദ്ദേഹത്തിന്റെ ഖബറും മഖാമും ഇന്നും ഒമാനിലുള്ള സലാല എന്ന് പറയുന്ന പ്രദേശത്ത് നമുക്ക് കാണാൻ പറ്റും. ആ താജുദ്ദീൻ ചേരമാൻ പെരുമാൾ താജുദ്ദീനായി ഇസ്ലാം മതം സ്വീകരിക്കാനുള്ള കാരണം ചന്ദ്രൻ പിളർന്ന സംഭവത്തിന് ദൃക്സാക്ഷിയായതുകൊണ്ടാണ് എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ചരിത്രവും ഹദീസും ഖുർആനും ബുഖാരിയും ഒരുപോലെ രേഖപ്പെടുത്തി. മുസ്ലിം ലോകം അഭിപ്രായ വ്യത്യാസമില്ലാതെ സമ്മതിക്കുന്ന ചന്ദ്രൻ പിളർന്ന സംഭവത്തെ അബ്ദുസ്സലാം സുല്ലമി നിഷേധിക്കുന്നു. അത് അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. പിന്നെ അത് ഖിയാമത്ത് നാളിൽ ചന്ദ്രൻ പിളരും, അതിനെക്കുറിച്ച് പറഞ്ഞതാണെന്നാ. നോക്കൂ നിങ്ങൾ. ശരി, ഒരു കോട്ടിമാട്ടിൽ കൂടി ഇങ്ങോട്ട് ശ്രദ്ധിച്ചോളി. എന്താണെന്നറിയ നിങ്ങള്, റസൂൽ തിരുമേന്റെ കാലത്തുണ്ടായ ഒരു അത്ഭുത. എന്താ അത്ഭുതം? ചന്ദ്രൻ പിളർന്നൊരു സംഭവമുണ്ട്. അതിനെ പറ്റി അടിക്കുറിപ്പ്, ഒരു അടിക്കുറിപ്പൊക്കെ രസമാണ്. അടിക്കുറിപ്പ് എടുത്ത് നോക്കിയാൽ മതി നിങ്ങൾ, നിഷേധം ഇങ്ങനെ കാണാം. ഹദീസ് റിയാദ് സ്വാലീനാണെങ്കിലും ഇത് വ്യാഖ്യാനം എന്ന് പേരെടുത്തിട്ട് ഹദീസിനെങ്ങനെ നിഷേധത്തിന് മൂപ്പര് ഇറങ്ങണം. അതുപോലെ നിരീശ്വരവാദികളെ ചെയ്തോട്ടെ, മൂപ്പര് ഈ പണിയാ ചെയ്യേണ്ടത്. എന്നിട്ട് നോക്കിക്കോ, ഇബ്നു ഹജർ എഴുതുന്നു. എന്താ? നബിയുടെ കാലത്ത് സാലഅഹ്ലു മക്ക, മക്കക്കാർ ചോദിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയത്തിനൊരു ദൃഷ്ടാന്തം ചോദിച്ചു. ഫൻസഖൽ ഖമറു ബി മക്ക മറത്തൈൻ, അപ്പം മക്കയിൽ വെച്ചിട്ട് ചന്ദ്രൻ പിളർന്നു. എന്നിട്ട് അതിനെ പറ്റിയുള്ള വചനമുണ്ട്, ഇഖ്തറബത്തി സാഅതു വൻശഖൽ ഖമർ, ചന്ദ്രൻ പിളർന്നിരിക്കുന്നു, ഖിയാമത്ത് അടുത്തിരിക്കുന്നു. ഇത് ഖുർആൻ കൊണ്ടും തെളിഞ്ഞതാ. നിങ്ങൾ ആലോചിക്കണം, ഖുർആനൊക്കെ ഈ രൂപത്തിൽ ഈ മനുഷ്യൻ തള്ളണ്ടേ? ഹദീസ് മാത്രമല്ല, ഖുർആൻ അല്ലേ, പിന്നെ ഇത് പറയും വേണ്ട. അയിൽപ്പെട്ടതാണ് ഖുർആൻ നിഷേധിക്കാണ്. ഖുർആൻ ഇതാ ചന്ദ്രൻ പിളർന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ മൂപ്പര് ഖുർആൻ നിശ്ചയിച്ച് വരാൻ പറ്റൂലല്ലോ. അപ്പൊ ഇങ്ങനെയായിരിക്കും ചിലപ്പോൾ ചിലർ പറയലുണ്ട്, മാലിയായ ഫീലിന് മുതാരിന്റെ അർത്ഥം കിട്ടലുണ്ട്. ചിലയിടത്ത് കാണാൻ ഉദാഹരണമുണ്ട്. ഇത് മാലിയായ ഫീല് കഴിഞ്ഞു പോയ കാലം, അതല്ല മാലിയായ ഫീല്, അതിന് മുതാരിന്റെ അർത്ഥം കിട്ടും. പക്ഷെ ഇവിടെ കിട്ടുന്നുണ്ടോ എന്നുള്ളത് ഉപരതുള്ളതുകൊണ്ട് പറഞ്ഞാൽ പോരാ, ഇടവണരുത് പറഞ്ഞാൽ പോരാ, അത് പൂർവികർ പറയണം. മറിച്ച് ഇതിന്റെ വിശദീകരണ ഹദീസ് പണ്ഡിതന്മാരൊക്കെ നബിയുടെ കാലത്ത് ചന്ദ്രൻ പിളർന്ന സംഭവമായ ഹദീസ് ഇങ്ങനെ കൊടുക്കുകയാണ്. അപ്പൊ പിന്നെ ആ ഇൻഷക്ക എന്ന് പറഞ്ഞാൽ മുതാരിന്റെ അർത്ഥാണ്, ആ ഖിയാമത്ത് നാളുടെ അന്ന് പിളരുന്നാണ് എന്ന് ഭേദഗതി ചെയ്യാൻ പറ്റൂല. ഇതാണ് ഹദീസുകളെ നിഷേധിക്കുക എന്നറിയണേ. അതാണ് ആയത്തുകളെ നിഷേധിക്കുക എന്ന് പറഞ്ഞേ. ആയത്തുകൾ ഇത് മാത്രമല്ല, വേറെയുണ്ട് ആയത്തുകൾ നിഷേധിച്ചത്. സഹോദരങ്ങളെ, മുഹമ്മദ് അബ്ദുവിന്റെ മാതൃക എന്തായിരുന്നു? കേരളത്തില് മുജാഹിദുകള് വഹാബികള് ആദർശം സ്വീകരിച്ചത് മുഹമ്മദ് അബ്ദുവിൽ നിന്ന്. അദ്ദേഹത്തിന്റെ സ്വഭാവം, അദ്ദേഹം കള്ളുകുടിയനാണ്. അതുകൊണ്ട് മുജാഹിദുകളും അല്പാൽപ്പം കള്ളു കുടിച്ച് പരിശീലിച്ചു. ഞാൻ രേഖാമൂലം അത് പറഞ്ഞല്ലോ. രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ സ്വഭാവം എന്തായിരുന്നു? മുഅ്ജിസത്ത് നിഷേധം. അത് മുഹമ്മദ് അബ്ദുവിന്റെ സ്വഭാവമായിരുന്നു. അദ്ദേഹം അബാബീൽ പക്ഷികളെ പ്ലാഗ് രോഗത്തിന്റെ അണുക്കളായി ചിത്രീകരിച്ചു. അങ്ങനെ മുഅ്ജിസത്ത് നിഷേധിച്ചു. അതേ മുഅ്ജിസത്ത് നിഷേധം അബ്ദുസ്സലാം സുല്ലമിയും സ്വീകരിച്ചു. അദ്ദേഹം ചന്ദ്രൻ പിളർന്ന സംഭവം പാടെ നിഷേധിച്ചു. അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. വാസ്തവത്തിൽ ഖുർആനിലും സുന്നത്തിലും പറഞ്ഞതാണ്. അതുണ്ടായിട്ടില്ല, അത് ഖിയാമത്ത് നാളിൽ സംഭവിക്കാൻ പോണ കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ മനുഷ്യൻ എഴുതി തള്ളി. ഇനി മൂന്നാമത് മുഹമ്മദ് അബ്ദുവിന്റെ മറ്റൊരു സ്വഭാവമാണ് ഹദീസ് നിഷേധിക്കുക.
അള്ളാന്റെ റസൂലിന്റെ ഹദീസ് നിഷേധിക്കുക. ഇയാളെ ബുദ്ധിക്ക്, മുഹമ്മദ് അബ്ദുവിന്റെ കുരുട്ട് ബുദ്ധിക്ക് യോജിക്കാത്ത ഹദീസുകളൊക്കെ ഇയാൾ തള്ളും. അത് ഇദ്ദേഹത്തിന്റെ സ്വഭാവമായിരുന്നു. ഡോക്ടർ റിഹാബ് അക്കാവി എന്ന പണ്ഡിതൻ അൽ ഇമാമു അശ്ശൈഖ് മുഹമ്മദ് അബ്ദ ഫി അഖ്ബാരിഹി വ ആസാരിഹി എന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ അതിന്റെ 115-ാമത്തെ പേജിൽ മുഹമ്മദ് അബ്ദു ഹദീസിനെ മൊത്തവും നിഷേധിക്കുന്ന വ്യക്തിയായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ 115-ാമത്തെ പേജിൽ ദീർഘമായ ഈ ഖണ്ഡികയിൽ അദ്ദേഹം പറയുന്നത് മുഹമ്മദ് അബ്ദുവിന് അദ്ദേഹത്തിന്റെ ബുദ്ധിക്ക് യോജിക്കാത്ത എല്ലാ ഹദീസുകളും അദ്ദേഹം നിഷേധിച്ചിരുന്നു എന്നാണ്. സമയം കരുതിയതിലും അല്പം കടന്നുപോയതുകൊണ്ട് ഞാൻ ഓരോന്നും വായിച്ച് വിശദീകരിക്കുന്നില്ല. ഈ ഡോക്ടർ അദ്ദുക്തൂർ റിഹാബ് അക്കാവി എന്ന പണ്ഡിതൻ അൽ ഇമാം അശ്ശൈഖ് മുഹമ്മദ് അബ്ദ ഫി അഖ്ബാരിഹി വ ആസാരിഹി എന്ന പുസ്തകത്തിന്റെ 115-ാമത്തെ പേജിൽ ബുദ്ധിക്ക് യോജിക്കാത്ത മുഴുവൻ ഹദീസുകളും മുഹമ്മദ് അബ്ദു നിഷേധിച്ചിരുന്നു എന്ന് രേഖപ്പെടുത്തിയത് കാണും. സഹോദരങ്ങളെ, അദ്ദേഹത്തെ മാതൃകയായി സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ അബ്ദുസ്സലാം സുല്ലമി ഇമാം ബുഖാരിയുടെ സ്വഹീഹിൽ നിന്നുള്ള 60 ഹദീസുകൾ ഒന്നിച്ച് നിഷേധിച്ചു. ഒന്നും രണ്ടുമല്ല. ബുഖാരിയുടെ പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ഇസ്ലാമിൽ ഏറ്റവും സ്വീകാര്യമായ ഗ്രന്ഥം സ്വഹീഹുൽ ബുഖാരിയാണ് എന്ന് പണ്ഡിതന്മാർ എല്ലാവരും ഏകോപിച്ച് സമ്മതിക്കുന്ന കാര്യമാണ്. അസഹുൽ കുതുബി ബഅദ കിതാബില്ലാഹി സ്വഹീഹുൽ ബുഖാരി. അള്ളാഹുവിന്റെ ഖുർആൻ കഴിഞ്ഞാൽ മറ്റ് ഗ്രന്ഥങ്ങളിൽ വെച്ച് ഏറ്റവും ആധികാരികവും ഏറ്റവും സ്വഹീഹും അത് സ്വഹീഹുൽ ബുഖാരിയാണ് എന്ന് എല്ലാവരും സമ്മതിച്ച കാര്യമാണ്. പക്ഷേ ആ സ്വഹീഹുൽ ബുഖാരിയിൽ നിന്ന് 60ഓളം ഹദീസുകൾ അബ്ദുസ്സലാം സുല്ലമി ഒറ്റയടിക്ക് തള്ളി. എന്നിട്ട് ആ മനുഷ്യൻ ചോദിക്കുക, എന്ത്, ഞാൻ 60 ഹദീസ് തള്ളിയിട്ട് മുജാഹിദുകൾക്ക് എന്ത് സുന്നത്താ നഷ്ടപ്പെട്ടത്? എങ്ങനുണ്ട്? 60 ഹദീസുകൾ ഞാൻ ബുഖാരിയിൽ നിന്ന് ദഈഫാക്കി തള്ളിയിട്ട് എന്ത് സുന്നത്തുകളാണ് മുജാഹിദുകൾക്ക് നഷ്ടപ്പെട്ടത് എന്ന് അബ്ദുസ്സലാം സുല്ലമി ചോദിക്കുകയും അദ്ദേഹം ആ ഹദീസുകളെ മുഴുവനും തള്ളിക്കളഞ്ഞതിനെ ന്യായീകരിക്കുകയും ചെയ്യുന്ന ചിത്രം സഹോദരങ്ങളെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ നിന്ന് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കൂ. 60 ഹദീസ് ലൈഫാക്കിയിട്ട് മുജാഹിദ് എന്തെങ്കിലും നഷ്ടപ്പെട്ടുള്ള സുന്നത്ത്? നിങ്ങൾ 60 ഹദീസ് ലൈഫാക്കിനെ പറയില്ലാതെ കൂട്ടർ ഞാൻ ഹദീസ് ലൈഫാക്കിയോണ്ട് മുജാഹിദ് പ്രസ്ഥാനം വിശ്വസിച്ചു പോകുന്ന ഏത് വിശ്വാസത്തിനെ നഷ്ടം സംഭവിച്ചത്? സഹോദരങ്ങളെ, 60 ഹദീസ് ഞാൻ നിഷേധിച്ചതുകൊണ്ട്, ഞാൻ തള്ളിക്കളഞ്ഞതുകൊണ്ട് മുജാഹിദുകൾക്ക് എന്ത് സുന്നത്താ നഷ്ടപ്പെട്ടതെന്നാ? മുജാഹിദുകൾക്ക് സുന്നത്തുണ്ടെങ്കിലല്ലേ നഷ്ടപ്പെടേണ്ടതുള്ളൂ. മുജാഹിദുകൾക്ക് എന്ത് സുന്നത്താ ഉള്ളത്? തറാവീഹ് ഉണ്ടോ? ഇല്ല. കൂട്ടുപ്രാർത്ഥന ഉണ്ടോ? ഇല്ല. ജുമാക്ക് 2 ബാങ്ക് സുന്നത്തുണ്ട്, അതുണ്ടോ? ഇല്ല. ഖുത്ബ അറബിയിലാ നിർവഹിക്കേണ്ടത്, റസൂലുള്ളാഹിന്റെ സുന്നത്താ. അങ്ങനെ ഒരു സുന്നത്ത് മുജാഹിദിനുണ്ടോ? ഇല്ല. ഏത് സുന്നത്താ മുജാഹിദിനുള്ളത്? ഇല്ലാത്തവർക്ക് പിന്നെന്താ നഷ്ടപ്പെടാനുള്ളത്? മേപ്പറുള്ളവനല്ലേ തീയിന്റെ പൊരിയെ പേടിക്കേണ്ടതുള്ളൂ എന്നൊരു പഴമൊഴി കാരണവന്മാർ പറയാറുണ്ട്. മേപ്പൊര എന്ന് പറയുന്ന സാധനം മുജാഹിദിനില്ല. സുന്നത്തുണ്ടെങ്കിലല്ലേ സുന്നത്ത് നഷ്ടപ്പെടും എന്നുള്ള പേടുള്ളൂ. ഒരു കാര്യം ഞാൻ പറയാം, ബുഖാരിയിലുള്ള മൊത്തം ഹദീസും നിഷേധിച്ചാലും നിങ്ങൾക്കൊരു സുന്നത്ത് നഷ്ടപ്പെടൂല. കാരണം എന്താ? നിങ്ങൾക്ക് സുന്നത്തില്ല. സുന്നത്തുണ്ടെങ്കിലല്ലേ നഷ്ടപ്പെടേണ്ടതുള്ളൂ. അപ്പൊ ബുഖാരി മൊത്തം നിഷേധിച്ചാലും മുസ്ലിം മൊത്തം നിഷേധിച്ചാലും അള്ളാന്റെ തൗഫീഖോടെ ഒരു സുന്നത്തും മുജാഹിദ് നഷ്ടപ്പെടൂല. കാരണം ഒറ്റ സുന്നത്തും നിങ്ങൾക്കില്ല. അപ്പൊ അതുകൊണ്ട് സലാസുല്ലമിക്ക് എത്രയും വെല്ലുവിളിക്കാം. എന്ത്, ഞാൻ 60 ഹദീസ് നിഷേധിച്ചിട്ട് മുജാഹിദിന് ഏതെങ്കിലും സുന്നത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് എത്ര തവണ വേണമെങ്കിലും അബ്ദുസ്സലാം സുല്ലമിക്ക് വെല്ലുവിളിക്കാം. കാരണം മുജാഹിദുകൾക്ക് ഒറ്റ സുന്നത്തും സഹോദരങ്ങളെ ഇല്ല. ഇനി നിങ്ങൾക്ക് കേൾക്കണോ, ഇത് മടവൂർ ഗ്രൂപ്പിന്റെ നേതാവ് അബ്ദുസ്സലാം സുല്ലമിയുടെ നയം മാത്രമല്ല. ഈ സക്കരിയ സലാഹി തന്നെ പറയുന്നുണ്ട്, ബുഖാരി മുഴുവനും സ്വീകാര്യമല്ല. ബുഖാരിയാണെന്ന് കരുതി അത് മുഴുവനൊന്നും സ്വീകാര്യമല്ല എന്നാര് പറയുന്നു? സക്കരിയ സലാഹി. അപ്പൊ സക്കരിയ സലാഹി എന്ന മൗലവി ഗ്രൂപ്പും അബ്ദുസ്സലാം സുല്ലമി എന്ന മടവു ഗ്രൂപ്പും 2 കൂട്ടരും ഈ കച്ചവടത്തിൽ പങ്കാ.
എന്ത് ഹദീസ് നിഷേധിക്കുക, ഒറ്റ ഹദീസും സ്വീകാര്യമല്ല എന്ന് മുഹമ്മദ് അബ്ദു പറഞ്ഞപ്പോ അബ്ദുസലാം സുല്ലമി ബുഖാരിയിൽ നിന്ന് മാത്രം 60 ഹദീസ് നിഷേധിച്ചു. സക്കരിയ സലായി പറയുന്നു ബുഖാരിയിലുള്ളത് മുഴുവൻ ഒന്നും സ്വീകാര്യമല്ല. മുഴുവൻ സ്വീകരിക്കുകയാണെങ്കിൽ ഇവര് കബർ കെട്ടിപ്പോക്കേണ്ടി വരും. അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്തിൽപ്പെട്ട മുഹാജിറുകളായ സ്വഹാബത്തിൽ നിന്ന് ആദ്യം മരിച്ച സ്വഹാബിയുടെ കബറ് അത് കെട്ടി ഉയർത്തി ആ കബറ് ചാടാൻ കഴിയുന്നവരായിരുന്നു ഞങ്ങളിൽ ഏറ്റവും വലിയ ചാട്ടക്കാരെന്ന് ഇമാം ബുഖാരി തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് കണ്ടുകൊണ്ടാണ് സക്കരിയ സലായി പറയുന്നത് ബുഖാരിയാണെന്ന് വിചാരിച്ച് എല്ലാം കൂടി ഒന്നും സ്വീകരിക്കൂല. പക്ഷേ പിന്നെ എന്താ ഒരു വ്യത്യാസമുള്ളത്? അബ്ദുസലാം സുല്ലമി തള്ളി അത്ര ഞങ്ങൾ തള്ളൂല. അബ്ദുസലാം സുല്ലമി 60 തള്ളി, ഞങ്ങളൊരു 10-25 ഒക്കെ തള്ളും. ഇതാണ് സഹോദരങ്ങളെ സക്കരിയ സലാഹി പറയുന്നത്. ബുഖാരി മുഴുവൻ സ്വീകാര്യമല്ല എന്ന് സക്കരിയ സലാഹി പറയുന്ന പ്രസംഗം നോക്കൂ നിങ്ങൾ. വിമർശനങ്ങൾക്ക് അതീതമാണെന്നോ ഇമാം ബുഖാരി മഅ്സൂമാണെന്നോ ആ 2 ചട്ടക്കുള്ളിലുള്ളതെല്ലാം സത്യസമ്പൂർണ്ണമാണെന്നോ ആർക്കും ഇവിടെ വാദമില്ല. ഞങ്ങൾ പറയുന്നത് സഹീഹുൽ ബുഖാരി അതെന്തിന്റെ ആമുഖാണെന്നറിയോ? ഈ ബുഖാരിന്റെ 2 ചട്ടക്കുള്ളിലുള്ളതൊക്കെ യാഥാർത്ഥ്യമാണെന്ന് ആർക്കും വാദമില്ല. പിന്നെയോ 2 ചട്ടക്കുള്ളിലുള്ളത് മുഴുവനും ശരിയല്ലെങ്കിലും 60 ഹദീസുകളൊക്കെ ഒന്നിച്ച് നിഷേധിക്കാൻ പാടില്ല. അതാണ് അബ്ദുസലാം സുല്ലമി ചെയ്തത് എന്ന് പറഞ്ഞ് അബ്ദുസലാം സുല്ലമിയെ വിമർശിക്കുകയാണ് സക്കരിയ സലാഹി. പക്ഷെ അതിന് അബ്ദുസലാം സുല്ലമി കൊടുക്കുന്ന രസകരമായൊരു മറുപടി ഉണ്ട്. അതെന്താ അറിയോ? ഞാൻ 60 ഹദീസും തള്ളിയത് നിങ്ങളുടെ ഗ്രൂപ്പിലുള്ള കാലത്താ. മുജാഹിദ് പ്രസ്ഥാനത്തിൽ പിളർപ്പുണ്ടാകുന്നതിന് മുമ്പാണ് ഞാൻ 60 ഹദീസും തള്ളിയത്. ആ 60 ഹദീസും ഞാൻ തള്ളിയതിന് ശേഷം മുജാഹിദ് പ്രസ്ഥാനം പിളർന്നപ്പോൾ അബ്ദുറഹ്മാൻ സലഫിയും ഉസ്മാൻ മദനിയും എന്റെ വീട്ടിൽ വന്നുകൊണ്ട് എന്നെ മൗലവി ഗ്രൂപ്പിലേക്ക് ക്ഷണിച്ചു. ഞാനൊരു ഹദീസ് നിഷേധിയാണെങ്കിൽ, ഞാൻ ബുഖാരിയിൽ നിന്ന് 60 ഹദീസ് തള്ളിക്കളഞ്ഞെങ്കിൽ അത് നിങ്ങൾക്ക് സ്വീകാര്യമല്ലെങ്കിൽ എന്തിനാ അബ്ദുറഹ്മാൻ സലഫിന്റെ വീട്ടിൽ വന്നത്? എന്തിനാ ഉസ്മാൻ മദനിന്റെ വീട്ടിൽ വന്നത്? എന്തിനാ നിങ്ങൾ എന്നെ നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ക്ഷണിച്ചത്? ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പിലായിരുന്നെങ്കിൽ ഞാൻ ഈ ഹദീസ് തള്ളിയത് ഒരു കുറ്റമായി നിങ്ങൾ പറയുമായിരുന്നോ? അബ്ദുസലാം സുല്ലമി ചോദിക്കുന്നു. നോക്കൂ, എന്റെ പ്രശ്നമായിട്ട് വരണ്ട മക്കളെ. എന്റേത് നിങ്ങൾ എന്റെ വീട്ടിൽ അബ്ദുറഹ്മാൻ സലഫി എന്റെ വീട്ടിൽ ഉണ്ട്, ഇയാളെ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അബ്ദുറഹ്മാൻ സലഫിയോടല്ലേ എന്റെ വീട്ടിൽ എന്നെ ക്ഷണിച്ചു വന്നിട്ടില്ല എന്നാ ISM എന്നെ കത്തെഴുതി ക്ഷണിച്ചിട്ടില്ല. ഇത് കത്ത് എന്റെ കൂടെ ഉണ്ട്. നിങ്ങളെ ഇത് കത്ത് കാണിച്ചു തരാൻ ഞങ്ങൾക്ക് എന്റെ കൂടെ ഞങ്ങളെ കൂടെ നിൽക്കണം എന്ന് പറഞ്ഞിട്ട് എന്റെ വീട്ടിൽ നിങ്ങൾ വന്നില്ലേ? ഉസ്മാൻ മദനി അബ്ദുറഹ്മാൻ സലഫി കത്തെഴുതി നിങ്ങൾ എന്റെ ക്ഷണിച്ചിട്ട് ഇന്ന് നിങ്ങൾ പറഞ്ഞണ്ട ജാമീൻ എന്നെ പുറത്താക്കില്ല എന്നല്ലേ? നിങ്ങൾ ഞാൻ ജാമീൻ രാജിച്ചു വരുമ്പോൾ നിങ്ങൾ ജാമീന്റെ അവിടെ ഫസൽ മീറ്റിംഗ് കഴിപ്പിച്ചില്ലേ? ജാമീന്റെ അടുത്ത് നമ്മൾ സ്റ്റേജ് കെട്ടി പ്രസംഗിച്ച് സുല്ലമിനെ അവിടെ പുറത്താക്കില്ല എന്നിട്ട് ഞാനിതൊക്കെ ഹദീസ് എഴുതിയാണെങ്കിൽ ഞാൻ ജാമ്യം എടുത്താൻ പാടുണ്ടോ? ഞാന് ഹദീസ് നിഷേധിയായിട്ട് നിങ്ങൾ എന്തിനാണ് ജാമിയ സലഫിയയിൽ എന്നെ അധ്യാപകനാക്കി നിശ്ചയിച്ചത്? ഗ്രൂപ്പ് പിളർന്ന് മുജാഹിദ് പ്രസ്ഥാനം പിളർന്ന് 2 ഗ്രൂപ്പാകുന്ന സമയത്ത് നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി അബ്ദുറഹ്മാൻ സലഫിയും ഉസ്മാൻ മദനിയും എന്റെ വീട്ടിൽ വന്നില്ലേ? ഞാൻ ഹദീസ് നിഷേധിയാണെങ്കിൽ നിങ്ങൾ എന്തിനെന്റെ വീട്ടിൽ വന്നു? ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പിലായിരുന്നെങ്കിൽ ഈ ഹദീസ് നിഷേധം എന്ന കുറ്റം നിങ്ങൾ എന്നെ സംബന്ധിച്ച് പറയുമായിരുന്നോ? ഞാൻ നിഷേധിച്ച ഹദീസുകളൊക്കെ നിങ്ങളും നിഷേധിക്കുമായിരുന്നില്ലേ എന്നാണ് അബ്ദുസലാം സുല്ലമി ചോദിക്കുന്നത്. അപ്പൊ ഹദീസ് നിഷേധമൊക്കെ പുറത്തു ചാടിയത് എപ്പോഴാ? ഗ്രൂപ്പായപ്പോഴാ. യഥാർത്ഥത്തിൽ ഹദീസ് നിഷേധം നടക്കുന്നതോ ഗ്രൂപ്പായി പിളരുന്നതിന് മുമ്പാ. അപ്പൊ ഇവർ ഒന്നിച്ചാണ് നടത്തിയത്. ഈ ഹദീസ് നിഷേധമൊക്കെ ഇവർ നടത്തിയത് ഒന്നിച്ചു നിൽക്കുമ്പോഴാ. കാരണം സലാം സുല്ലമിയുടെ ബുഖാരി പരിഭാഷ പുറത്തിറങ്ങുന്നത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ്. അങ്ങനെ അത് പുറത്തിറങ്ങിയതിന് ശേഷം എത്രയോ കൊല്ലം കഴിഞ്ഞിട്ടാണ് പിളർപ്പുണ്ടാകുന്നത്. എന്നാൽ സഹോദരങ്ങളെ, ആ സഹീഹുൽ ബുഖാരിയുടെ പരിഭാഷ ഇറങ്ങിയ സമയത്ത് ഇതിൽ ഇയാൾ 60 ഹദീസ് നിഷേധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞൊരൊറ്റ മൗലവിയും രംഗത്ത് വന്നിട്ടില്ല. അപ്പോ സംഗതി ഇതിൽ 2 കൂട്ടരും കൂറ. പിന്നെ സലാം സുല്ലമി ഗ്രൂപ്പിൽ നിന്ന് മാറിയപ്പോ അയാൾക്കെതിരെ എന്തെങ്കിലുമൊക്കെ കുറെ ആരോപണങ്ങൾ പറയണല്ലോ. അതിനുവേണ്ടി കുറെ ആരോപണങ്ങൾ പറഞ്ഞുണ്ടാക്കി എന്നതൊഴിച്ചാൽ
ഹദീസ് നിഷേധത്തിലും മുഅ്ജിസത്ത് നിഷേധത്തിലും മദ്യപാനത്തിലും സഹോദരങ്ങളെ ഈ രണ്ട് ഗ്രൂപ്പുകളും ഒരുപോലെ പങ്കാ. കാരണം എന്താ? രണ്ട് കൂട്ടരി നേതാവ് ഒന്നാണ്. ആരാ? ഒന്ന് ജമാലുദ്ദീൻ അഫ്ഗാനി, രണ്ട് മുഹമ്മദ് അബ്ദു. ജമാലുദ്ദീൻ അഫ്ഗാനി സർവമത സത്യവാദിയായിരുന്നു. മുഹമ്മദ് അബ്ദു വ്യഭിചാരിയായിരുന്നു. ആ മനുഷ്യൻ മദ്യപാനിയായിരുന്നു. ആ മനുഷ്യൻ കള്ളുകുടി അനുവദനീയമായി പ്രഖ്യാപിക്കുന്ന വ്യക്തിയായിരുന്നു. ആ മനുഷ്യൻ പലിശ ഹലാലാക്കിയിരുന്നു. ആ മനുഷ്യൻ പട്ട് അനുവദനീയമാക്കിയിരുന്നു. ആ മനുഷ്യൻ ശവം തിന്നുമായിരുന്നു. ആ മനുഷ്യൻ ശവം തിന്നൽ അനുവദനീയമാക്കിയിരുന്നു. അവരെ മാതൃകയാക്കി സ്വീകരിക്കുമ്പോ കുറച്ച് തിന്നണ്ടേ, കുറച്ച് കുടിക്കണ്ടേ, കുറച്ച് ശയിക്കണ്ടേ? അത് മുജാഹിദും ചെയ്തു. അതിലിപ്പോ അത്ര കുറ്റൊന്നും പറയാനില്ല. ഇനി മൂന്നാമത്തെ നേതാവാരാ? റഷീദ് റിള. ആനത്തമ്മാടിയായിരുന്നു ഈ മനുഷ്യൻ. മുഹമ്മദ് അബ്ദുവിന്റെ ശിഷ്യനായ റഷീദ് റിള ലോകം കണ്ട ഏറ്റവും വലിയ തമ്മാടിയായിരുന്നു. സഹോദരങ്ങളെ, സർവമത സത്യവാദത്തിന് പുറമെ സർവതോന്നിവാസവും കൊണ്ടു നടന്ന മനുഷ്യനാണ് റഷീദ് റിള. ഇയാളാണ് ഇസ്ലാമിന്റെ നേതാവ്. സഹോദരങ്ങളെ, നോക്കൂ നിങ്ങൾ, അദ്ദേഹത്തെക്കുറിച്ച് നമ്മുടെ സലാം സുല്ലമി ഒരു കാര്യം പറയുന്നുണ്ട്. എന്താ? വെളിയങ്കോട് ഉമർ മൗലവി ഉണ്ടല്ലോ, കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് പഞ്ചറായി പോയ വെളിയങ്കോട് ഉമർ സുല്ലമി, വെളിയങ്കോട് ഉമർ മൗലവി. ഈ വെളിയങ്കോട് ഉമർ മൗലവിക്ക് ഹിദായത്ത് കിട്ടിയത് റഷീദ് റിളയിൽ നിന്നാണ്. റഷീദ് റിള ആരാ? റഷീദ് റിള സർവമത സത്യവാദിയാണ്. ലോകം കണ്ട ഏറ്റവും വലിയ തമ്മാടിയാണ്. ആ തമ്മാടിയിൽ നിന്നാണ് ഉമർ മൗലവിക്ക് ഹിദായത്ത് കിട്ടിയത് എന്ന് അബ്ദുസലാം സുല്ലമി പ്രസംഗിക്കുന്നത് നോക്കൂ. ലഹു സുൽത്താൻ ഇൻസാനി, ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് റഷീദ് എന്ന് പറഞ്ഞ ആരാൾ മനസ്സിലാക്കണം. ഉമർ മൗലവി അദ്ദേഹത്തിന്റെ സെൽസബിയിൽ എഴുതി, എനിക്ക് ഹിദായത്ത് കിട്ടാൻ 3 പണ്ഡിതന്മാരാണ് കാരണം എന്നായിരുന്നു. അതിൽ ഒന്നാമത്തെ ഇമാം റഷീദ് റിള. പിന്നെയാണ് സെൽസബിയിൽ ഉമർ മൗലവി സെൽസബിയിൽ എഴുതിയാണ്, എനിക്ക് ഹിദായത്ത് കിട്ടാനുള്ള 3 ഉസ്താദുമാരാണ്. ഒന്നാമത്തെ ഇമാം റഷീദ് റിള. പക്ഷെ എന്നിവർക്ക് റഷീദൊന്നും സ്വീകാര്യമല്ല. ഇവിടെ തിരുരങ്ങാടി ആ ലൈബ്രറി ചെന്ന് നോക്കി KM മൗലവി ആ മജലത്തിൽ മാനോ അട്ടിക്ക് വാങ്ങിച്ചത് കാണും. നമുക്ക് വിപ്ലവം ഉണ്ടാക്കി തന്നെ നമുക്ക് തൗഹീദ് പഠിപ്പിച്ചു തന്നത് മുഹമ്മദ് അബ്ദു റഷീദ് പോലുള്ള. റഷീദ് റിളയാണ് തൗഹീദ് പഠിപ്പിച്ചത്. മുഹമ്മദ് അബ്ദുവാണ് തൗഹീദ് പഠിപ്പിച്ചത്. ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ സഹോദരങ്ങളെ, ഒരു പക്ഷേ എന്റെ ചോദ്യത്തിൽ ഒരല്പം അതിശയോക്തി കലർന്നിട്ടുണ്ടാകാം. എങ്കിലും ഞാൻ ചോദിക്കുന്നു, മുഹമ്മദ് അബ്ദുവിനെ പോലെയുള്ള, റഷീദ് റിളയെ പോലെയുള്ള ഒരു തമ്മാടിയെ ലോക ചരിത്രത്തിൽ നിന്ന് ചൂണ്ടിക്കാണിച്ചു തരാൻ വഹാബികൾക്ക് സാധിക്കുമോ? ഈ തമ്മാടികളിൽ നിന്നാണ് ഉമർ മൗലവിയും കൂട്ടുകാരും തൗഹീദ് പഠിച്ചത്. കേരളത്തിലെ മുജാഹിദുകളും ജമാഅത്തെ ഇസ്ലാമിയും തൗഹീദ് പഠിച്ചത് മുഹമ്മദ് അബ്ദുവിൽ നിന്നും റഷീദ് റിളയിൽ നിന്നുമാണ്. റഷീദ് റിളയുടെ ചരിത്രം കേൾക്കണോ നിങ്ങൾക്ക്? നേരത്തെ യൂസുഫ് നബ്ഹാനി, അല്ലാമ യൂസുഫ് നബ്ഹാനി അദ്ദേഹത്തിന്റെ അൽ ഖസീദത്തുർ റാഇയ എന്ന ഗ്രന്ഥത്തിന്റെ 224-ാമത്തെ പേജിൽ രേഖപ്പെടുത്തുന്നു, വഫീ ജുസ്ഇ ശഅബാനിൻ മിനൽ ആമി നഫ്സിഹി ബിബൈറൂത ലിൽ-ഇസ്ലാമി ഖദ് ജവ്വസൽ കുഫ്റാ അബാഹാ ലഹും അൻ യഅ്ബുദൂ ബി കനീസത്തിൻ عبادة أهليها بمدرسة كبرى وقلده من لم يبالوا بدينهم لكي ما يقول الناس إنا لهم عذرا ولا عذر للأبناء عند بلوغهم وآبائهم عن شيخهم كافروا طرا ومن قلد الشيطان في أمر دينه ينالوا به في دينه الخزي والخسرا എന്നിങ്ങനെ പറഞ്ഞ് യൂസുഫ് നബ്ഹാനി വിശദീകരിക്കുന്നു, വഫീ ജുസ്ഇ ശഅബാനിൻ മിനൽ ആമി നഫ്സിഹി, ശഅബാൻ മാസം. നേരത്തെ അദ്ദേഹം ഹിജ്റ വർഷത്തിന്റെ
ഹിജ്റ വർഷത്തെക്കുറിച്ച് നേരത്തെ ഒരു വരിയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ആ വർഷത്തെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ടാണ് പറയുന്നത്, അതേ വർഷം ശഅബാൻ മാസത്തിൽ ഇറങ്ങിയ അൽമനാർ എന്ന് പറയുന്ന റഷീദ് റിളയുടെ പത്രത്തിൽ, മുജാഹിദിന്റെ മുഖപത്രമുണ്ട് അൽമനാർ. ഇവര് അൽമനാർ എന്ന് മുഖപത്രത്തിന് പേരിടാൻ കാരണം എന്താ? റഷീദ് റിള ഒരു പത്രം നടത്തിയിരുന്നു, ആ പത്രത്തിന്റെ പേരാണ് അൽമനാർ. റഷീദ് റിള ഈജിപ്തിൽ അദ്ദേഹത്തിന്റെ പത്രാധിപത്യത്തിൽ പുറത്തിറക്കിയ അൽമനാർ എന്ന് പറയുന്ന ഒരു മാസികയുണ്ട്. ആ മാസികയുടെ പേരാണ് കേരളത്തിലെ മുജാഹിദുകൾ അവരുടെ മുഖപത്രത്തിന് സ്വീകരിച്ചത്. അങ്ങനെ ശഅബാൻ മാസത്തിൽ പുറത്തിറങ്ങിയ അൽമനാറിൽ റഷീദ് റിള പറയുന്നു, ബൈറൂത്തിൽ വെച്ച് ലിൽ ഇസ്ലാമി മുസ്ലിമീങ്ങൾക്ക് കത് ജവ്വസ അദ്ദേഹം അനുവദനീയമായി പ്രഖ്യാപിച്ചു അൽ കുഫ്റ കുഫറിനെ, സത്യനിഷേധത്തെ, കുഫ്രിയത്തിനെ മുസ്ലിമീങ്ങൾക്ക് അദ്ദേഹം അനുവദനീയമായി പ്രഖ്യാപിച്ചു എന്ന് അല്ലാമ യൂസുഫ് നബ്ഹാനി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ സഹോദരങ്ങളെ വിശദീകരിക്കുന്നു. ആ പുസ്തകത്തിന്റെ തന്നെ 224-ാമത്തെ പേജിൽ യൂസുഫ് നബ്ഹാനി പറയുന്നു, ജവ്വസ ലഹുമുൽ കുഫ്റ, മുസ്ലിമീങ്ങൾക്ക് അദ്ദേഹം കുഫ്രിയത്തിനെ അനുവദനീയമാക്കി കൊടുത്തു. അതെങ്ങനെ? ബിഇബാഹത്തിഹി ലഹും, മുസ്ലിമീങ്ങൾക്ക് അദ്ദേഹം അനുവദിച്ചു കൊടുത്തു അൻ യദ്ഖുലൽ കനീസത, ക്രിസ്ത്യൻ ചർച്ചിൽ പ്രവേശിക്കാൻ. ക്രിസ്ത്യാനികളുടെ ചർച്ച് ഉണ്ടല്ലോ, ആ ചർച്ചിൽ പ്രവേശിക്കാൻ അനുവാദം കൊടുത്തു. അൽ കുല്ലിയത്ത അൽ അമേരിക്കയ്യത്ത, അമേരിക്കയിലുള്ള ഒരു കോളേജുണ്ട്, ആ കോളേജിന്റെ അങ്കണത്തിൽ ഒരു ചർച്ചുണ്ട്, ആ ചർച്ചിൽ പ്രവേശിക്കാൻ അദ്ദേഹം മുസ്ലിമീങ്ങൾക്ക് അനുവാദം കൊടുത്തു. എന്നിട്ടോ വയഅ്ബുദു, മുസ്ലിമീങ്ങൾ ആരാധന നിർവഹിക്കാനും ഫിൽ കനീസത്തി, ആ ചർച്ചിൽ വെച്ച്. മുസ്ലിമീങ്ങൾ ക്രിസ്ത്യൻ ചർച്ചിൽ വെച്ച് മുസ്ലിമീങ്ങളുടെ ആരാധന നിർവഹിക്കുകയാണെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു സൗഹാർദ്ദത്തിന്റെ ഭാഗമായി ക്രിസ്ത്യൻ ചർച്ചിൽ വെച്ച് മുസ്ലിമീങ്ങൾ പോയി നിസ്കരിച്ചു, അല്ലെങ്കിൽ മുസ്ലിമീങ്ങൾ പോയി അവരുടെ ആരാധനാകർമ്മങ്ങൾ നിർവഹിച്ചു എന്ന് മനസ്സിലാക്കിയാൽ മതി. എന്നാൽ അങ്ങനെയല്ല സംഭവിക്കുന്നത്. യൂസുഫ് നബ്ഹാനി രേഖപ്പെടുത്തുന്നു, ജവ്വസ ലഹുമുൽ കുഫ്റ ബിഇബാഹത്തിഹി ലഹും അൻ യദ്ഖുലുൽ കനീസത എന്ന് പറഞ്ഞ് അദ്ദേഹം പറയുന്നു, വയഅ്ബുദു, അവരെ ആരാധന നിർവഹിക്കാനും ഫീ കനീസത്തിൻ ആ ക്രിസ്ത്യൻ ചർച്ചിൽ വെച്ച് അൽ ഇബാദത്തൻ നസ്റാനിയ, അൽ ഇബാദത്തൻ നസ്റാനിയ, നസ്റാനി മതത്തിലുള്ള ഇബാദത്ത്, നസ്റാനി മതത്തിലുള്ള ആരാധനാകർമ്മങ്ങൾ. ആരോടൊപ്പം? മഅ ഔലാദിൻ നസാറ, നസ്റാനികളായ കുട്ടികളോടൊപ്പം. ആ കോളേജിൽ പഠിക്കുന്ന ക്രിസ്ത്യൻ കുട്ടികളോടൊപ്പം മുസ്ലിമീങ്ങളും ചേർന്നുകൊണ്ട് ക്രിസ്ത്യൻ ആരാധനാകർമ്മങ്ങൾ നിർവഹിക്കുവാൻ അദ്ദേഹം കൽപ്പിക്കുകയും അത് അനുവദിച്ചു കൊടുക്കുകയും ചെയ്തു. അതിനെ സംബന്ധിച്ചാണ് യൂസുഫ് നബ്ഹാനി പറയുന്നത്, അബാഹാലഹും അൻ യഅ്ബുദൂ ബി കനീസത്തിൻ ഇബാദത അഹ്ലിഹാ ബിമദ്റസത്തിൻ കുബ്ര, ഒരു വലിയ കോളേജിൽ വെച്ച് ആ കോളേജിന്റെ ആളുകൾ, ക്രിസ്ത്യാനികൾ ഏത് രൂപത്തിലുള്ള ആരാധനാകർമ്മങ്ങളാണോ സ്വീകരിക്കുന്നതെങ്കിൽ അതേ ആരാധനാകർമ്മങ്ങൾ സ്വീകരിക്കാൻ മുസ്ലിമീങ്ങളെ അദ്ദേഹം അനുവദിക്കുകയും അദ്ദേഹത്തെ സ്വീകരിച്ചുകൊണ്ട് വഖല്ലദഹു മൻ ലം യുബാലു ബിദീനിഹിം ലികൈമാ യഖൂലുൻ നാസു ഇന്നാ ലഹും ഉസ്റാ, കുറെ വിവരദോഷികൾ, അതായത് ദീനിന്റെ കാര്യത്തിൽ ദീൻ കാര്യങ്ങൾ ഒരു വകയും വെക്കാത്ത, അതിനൊരു വിലയും കൽപ്പിക്കാത്ത കുറെ ആളുകൾ ഇദ്ദേഹത്തെ സ്വീകരിച്ചുകൊണ്ട്, ഇദ്ദേഹത്തെ അനുകരിച്ചുകൊണ്ട് ആ ക്രിസ്തീയ ചർച്ചിൽ കയറി ക്രിസ്ത്യാനികളോടൊപ്പം ആരാധനാകർമ്മങ്ങൾ നിർവഹിക്കുകയും ചെയ്തു എന്ന് അല്ലാമ യൂസുഫ് നബ്ഹാനി സഹോദരങ്ങളെ പറയുന്നു. ഇങ്ങനെ സർവ്വമതങ്ങളെ, ഇദ്ദേഹത്തിന്റെ ഉസ്താദാണ് ആര്? മുഹമ്മദ് അബ്ദുവിന്റെ ഉസ്താദാണ് ആര്? ജമാലുദ്ദീൻ അഫ്ഗാനി. ജമാലുദ്ദീൻ അഫ്ഗാനി മുമ്പൊരു പണി പറ്റിച്ചിട്ടുണ്ട്. എന്ത്? എല്ലാ മതങ്ങളെയും കൂടി ഒന്നാക്കുക, ഹിന്ദു, ക്രിസ്തു, ജൂത, ഇസ്ലാം
വ്യത്യാസമൊന്നുമില്ലാതെ എല്ലാം കൂടി ഒരു അവിയൽ പരുവത്തിൽ ഒരു മതമാക്കി ഐക്യപ്പെടുത്താനുള്ള ശ്രമം ആര് നടത്തി? ജമാലുദ്ദീൻ അഫ്ഗാനി നടത്തി. ആ ജമാലുദ്ദീൻ അഫ്ഗാനിയുടെ ശിഷ്യനാണ് മുഹമ്മദ് അബ്ദു. ആ മുഹമ്മദ് അബ്ദുവിന്റെ ശിഷ്യനാണ് റഷീദ് റിള. റഷീദ് റിളയും തന്റെ ഉസ്താദിന്റെ, തന്റെ ഗുരുനാഥന്റെ മാർഗം സ്വീകരിച്ചുകൊണ്ട് എല്ലാ മതവും തുല്യമാണ്. നിങ്ങൾ പള്ളിയിൽ പോയാലും കുഴപ്പമില്ല, അമ്പലത്തിൽ പോയാലും കുഴപ്പമില്ല, കനീസയിൽ പോയാലും കുഴപ്പമില്ല, ചർച്ചിൽ പോയാലും കുഴപ്പമില്ല, എവിടെ ആയിരുന്നാലും ഒക്കെ ഇബാദത്ത് തന്നെ, ആരാധന തന്നെ, അതുകൊണ്ട് എങ്ങോട്ടും പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ് മുസ്ലിമീങ്ങളെ ക്രൈസ്തവ ചർച്ചിലേക്ക് വലിച്ചിഴച്ച വ്യക്തിയാണ് മുഹമ്മദ് അബ്ദു റഷീദ് റിള എന്ന് യൂസുഫ് നബ്ഹാനി തന്റെ അൽ ഖസീദത്തുർ റാഇയ എന്ന ഗ്രന്ഥത്തിന്റെ 224, 225 പേജുകളിൽ സഹോദരങ്ങളെ വിശദമായി വിശദീകരിക്കുന്നു. മാത്രമല്ല ഈ മനുഷ്യൻ തന്നെ ഹദീസ് നിഷേധവും ഉള്ള വ്യക്തിയായിരുന്നു. അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസ് സലാം സുല്ലമി 60 നിഷേധിച്ചു എന്ന് പറഞ്ഞല്ലോ. ആ 60 നിഷേധിക്കാൻ ഇദ്ദേഹത്തിന് പ്രചോദനം ലഭിച്ചത് ഇതാ ഈ റഷീദ് റിളയിൽ നിന്നാണ്. രസാവഹമായ കാര്യം മറക്കരുത്. എന്താ, നമ്മളെ ഉമർ മൗലവി വെളിയങ്കോടുണ്ടല്ലോ, അയാള് തൗഹീദ് പഠിച്ചത് ഈ റഷീദ് റിളയിൽ നിന്നാണ്. ഈ റഷീദ് റിളയോ അമ്പലത്തിൽ പോയി, ചർച്ചിൽ പോയി മുസ്ലിമീങ്ങളോട് ആരാധനാ കർമ്മം നിർവഹിക്കാൻ വേണ്ടി പറഞ്ഞ വ്യക്തിയാ. ആ വ്യക്തിയിൽ നിന്നാണ് ഉമർ മൗലവി സഹോദരങ്ങളെ തൗഹീദ് പഠിച്ചത്. മാത്രമല്ല റഷീദ് റിള തന്നെയും ഹദീസ് നിഷേധിക്കുന്ന വ്യക്തിയായിരുന്നു. ബഹുമാനപ്പെട്ട അല്ലാമ യൂസുഫ് നബ്ഹാനി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ഖസീദത്തുർ റാഇയ എന്ന ഈ ഗ്രന്ഥത്തിൽ അതിന്റെ 223 പേജിൽ വിശദീകരിക്കുന്നു. ധാരാളം കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ഞാൻ സമയക്കുറവ് കാരണം വിശദീകരിക്കുന്നില്ല, ഒറ്റ വാക്ക് മാത്രം പറയാം. ومنه حديث الشمس بعد غروبها فتسجد تحت العرش تستأذن السير. എന്താണ് പറയുന്നത്? അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു ഹദീസുണ്ട്. ബഹുമാനപ്പെട്ട അല്ലാമ നബ്ഹാനി ഈ പേജിൽ ഒന്നാകെ ഏതാണ്ട് ഒരു 3/4 പേജോളം ഈ വിഷയത്തെക്കുറിച്ച് തന്നെ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് സൂര്യനുമായി ബന്ധപ്പെട്ട് റസൂലുള്ള പറഞ്ഞ ഒരു പ്രസ്താവന. എന്താണത്? എല്ലാ ദിവസവും സൂര്യൻ അസ്തമിക്കുമ്പോൾ അത് അസ്തമിക്കുന്നത് അർശിന്റെ ചോട്ടിലാണ്. അർശിന്റെ താഴ്ഭാഗത്ത് അസ്തമിച്ചുകൊണ്ട് ആ സൂര്യൻ അള്ളാഹുവിനോട് സമ്മതം ചോദിക്കും. ഞാൻ ഇനി ഉദിച്ചോട്ടെ, അടുത്ത ദിവസം ഉദിക്കാൻ വേണ്ടി ആ സൂര്യൻ അള്ളാഹുവിനോട് സമ്മതം ചോദിക്കും. അങ്ങനെ അള്ളാഹുവിന്റെ സമ്മതം കിട്ടിയാൽ മാത്രമേ സൂര്യൻ ഉദിക്കുകയുള്ളൂ. അങ്ങനെ സൂര്യൻ ഉദിച്ച് കുറെ ദിവസങ്ങൾ പിന്നിട്ട് അവസാന ദിവസമാകുമ്പോൾ അർശിന്റെ ചോട്ടിൽ നിന്ന് അള്ളാഹുവിനോട് സൂര്യൻ ഞാൻ സാധാരണ പോലെ കിഴക്ക് നിന്ന് ഉദിച്ചോട്ടെ എന്ന് സമ്മതം ചോദിക്കുമ്പോൾ അള്ളാഹു പറയും, ഉദിക്കരുത്, ഇന്ന് കിഴക്ക് നിന്ന് ഉദിക്കരുത്, ഇന്ന് പടിഞ്ഞാറ് നിന്ന് ഉദിക്കണം എന്ന് അള്ള പറയും. അന്നായിരിക്കും ഖിയാമത്ത് നാള് എന്ന് പറയുന്ന റസൂലുള്ളാന്റെ ഒരു ഹദീസുണ്ട്. അതെങ്ങനെ കൂട്ടിക്കിഴിച്ച് നോക്കിയിട്ടും റഷീദ് റിളന്റെ ബുദ്ധിയിൽ കൊള്ളണില്ല. റഷീദ് റിള എന്താക്കി? ആ ഹദീസ് ഒറ്റത്തട്ട്. അത് ശരിയല്ല. അത് ശരിയല്ലെന്ന് മാത്രമല്ല, ഈ മനുഷ്യൻ പറയുന്നു സഹോദരങ്ങളെ, ബിആഖിരി ശഹരി സൗമി മിൻ ആമി 27 ഖദ് അബ്ദൽ മനാറു ലഹു ദിക്റ വറവാഹുൽ ഇമാമാനിൽ ബുഖാരി വമുസ്ലിമുൻ ഫസിഹ്ഹതുഹു കശംസി ഖദ് തലഅത് ളുഹറ എന്നിങ്ങനെ പറഞ്ഞ് അദ്ദേഹം പറയുന്നു. ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇതെല്ലാവരാലും സർവ സമ്മതമായി അംഗീകരിക്കപ്പെട്ട ഹദീസാണ് എന്നൊക്കെ നബ്ഹാനി പറഞ്ഞതിന് ശേഷം റഷീദ് റിള ഈ ഹദീസിനെ സംബന്ധിച്ച് പറയുന്ന കാര്യം അല്ലാമ യൂസുഫ് നബ്ഹാനി വിശദീകരിക്കുന്നു. وصرح فيه أنه غير واقع وأن رسول الله لم يعرف الأمر. സൂര്യൻ ചെന്നിട്ട് അർശിന്റെ ചോട്ടിൽ സുജൂദ് ചെയ്യുക, എന്നിട്ട് അള്ളാനോട് സമ്മതം ചോദിക്കുക, ഞാൻ സാധാരണ പോലെ കിഴക്ക് പോയി ഉദിച്ചോട്ടെ എന്ന് അള്ളാനോട് ചോദിക്കുക, അള്ളാഹു തആല സമ്മതം കൊടുക്കുക.
അങ്ങനെ സമ്മതം കൊടുത്ത് ഖിയാമത്തിന്റെ ദിവസമാകുമ്പോൾ അള്ളാഹു സമ്മതം കൊടുക്കാതിരിക്കുകയും പടിഞ്ഞാറ് നിന്ന് ഉദിക്കാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്യുക. ഇത് ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. പക്ഷേ വസറഹ ഫീഹി അൽമനാർ മാസികയിൽ റഷീദ് ഇരുന്ന് വ്യക്തമാക്കി അന്നഹു ഗൈറു വാഖിഇൻ, ഇത് അസംഭവ്യമാണ്, ഇത് അസംഭവ്യമാണ് എന്ന് പറയുക മാത്രമല്ല വഅന്നാ റസൂലല്ലാഹി ലം യഅരിഫിൽ അംറ, അല്ലാഹുവിന്റെ റസൂലിന് കാര്യം തിരിഞ്ഞിട്ടില്ല. നോക്കൂ നിങ്ങൾ, തമ്മാടിയുടെ നേതാവ് പറയുന്നു അള്ളാഹുവിന്റെ റസൂലിന് കാര്യം വേണ്ടത്ര തിരിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഈ ഹദീസ് പറയാൻ കാരണം. ഇതുകൊണ്ടാ ഞാൻ വെല്ലുവിളിച്ചത്. എന്ത്? ഇദ്ദേഹത്തെ പോലെ ഒരു തെമ്മാടിയെ ലോക ചരിത്രത്തിൽ നിന്ന് കാണിച്ചു തരാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ക്യാഷ് അവാർഡ് തരാം. സാധിക്കോ? അള്ളാന്റെ റസൂലിന് വിവരമില്ലായിരുന്നു. അതുകൊണ്ടാണ് നബി ഇത് അർശിന്റെ മുമ്പിൽ പോയി ചോട്ടിൽ പോയി സൂര്യൻ സുജൂദ് ചെയ്യും എന്ന് അള്ളാന്റെ റസൂല് പറയാൻ കാരണം വിവരമില്ലാത്തത് കൊണ്ടാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ വിവരം കെട്ടവനാണെന്ന് പറഞ്ഞ ഈ തെമ്മാടിയാണ് ഉമർ മൗലവിയുടെയും അബ്ദുസലാം സുല്ലമിയുടെയും കേരള വഹാബിസത്തിന്റെയും നേതാവ് എന്ന കാര്യം സഹോദരങ്ങളെ നാം തിരിച്ചറിയണം. നിങ്ങളെ വിചാരണ ചെയ്യുക മാത്രമല്ല, സമസ്ത കേരള സുന്നി യുവജന സംഘവും സുന്നി വിദ്യാർത്ഥി പ്രസ്ഥാനവും വരും നാളുകളിൽ നിങ്ങളെ തെരുവിൽ നിർത്തി നിങ്ങളെ ജനകീയ വിചാരണയ്ക്ക് വിധേയമാക്കും. അത്രയും വലിയ തമ്മാടിത്തമാണ് അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ചും അവന്റെ ദീനിനെ കുറിച്ചും സഹോദരങ്ങളെ ഈ ആനത്തമ്മാടികൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്, എഴുതി വെച്ചിരിക്കുന്നത് എന്ന കാര്യം എന്റെ സഹോദരങ്ങൾ മറക്കാൻ പാടില്ല. സുഹൃത്തുക്കളെ, ഇനിയും ധാരാളം കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാനുണ്ട്. ഞാൻ ചുരുക്കി ഓർമ്മപ്പെടുത്തുന്നു. കേരളത്തിൽ മുഹമ്മദ് അബ്ദുവിനെയും റഷീദ് റിളയും അതുപോലെ ജമാലുദ്ദീൻ അഫ്ഗാനിയും ഞങ്ങളുടെ നേതാക്കന്മാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നവോത്ഥാന നായകരാണ്, അതുപോലെ ഞങ്ങൾ സമുദ്ധാരകന്മാരാണ്, പരിഷ്കർത്താക്കളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്ന വഹാബികൾ, ഈ വഹാബികൾ സഹോദരങ്ങളെ ഇവിടെ പല അവകാശവാദങ്ങളും ഉന്നയിക്കാറുണ്ട്. ചിലപ്പോ പറയും മുസ്ലിം പെണ്ണുങ്ങളെ സാരി ഉടുപ്പിച്ചത് ഞങ്ങളാണ്. ഓ, അത് നിങ്ങൾ തന്നെ ആയിക്കോട്ടെ. മുസ്ലിം പെണ്ണുങ്ങൾ പണ്ട് പർദ്ദ അണിഞ്ഞ് ഔറത്ത് മറച്ച് നടന്നിരുന്നു, സാരി ഉടുപ്പിച്ചത് ഞങ്ങളാണ്. വേറെ ചിലപ്പോ പ്രസംഗിക്കും മുസ്ലിം പെൺകുട്ടികളെ പാവാട ഉടുപ്പിച്ചത് ഞങ്ങളാണ്. മുസ്ലിം പെൺകുട്ടികളെയും ആൺകുട്ടികളെയും അടിവസ്ത്രം ധരിപ്പിച്ചത് നിങ്ങളാണെന്ന് അവകാശപ്പെടാൻ മതി. അതുവരെയുള്ളതൊക്കെ നിങ്ങൾ അവകാശപ്പെട്ടോളൂ. പാവാട ഉടുപ്പിച്ചതും സാരി ചുറ്റിച്ചതും ഒക്കെ ഞങ്ങളാണ് എന്ന് സഹോദരങ്ങളെ ഇവർ അവകാശപ്പെടും. അതുപോലെ കേരളത്തിലെ നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് ഇവരൊരു കാലം നിശ്ചയിച്ചിട്ടുണ്ട്, രസകരമായ കാലം. നോക്കൂ നിങ്ങൾ, കേരളത്തിൽ മുജാഹിദുകൾ പ്രസിദ്ധീകരിച്ച 2002 അവരുടെ സമ്മേളനത്തോടനുബന്ധിച്ച് പ്രസിദ്ധീകരിച്ച സമ്മേളന സുവനീറിന്റെ 151 പേജിൽ വഹാബികൾ എഴുതുന്നത് കാണാം. കേരളീയ മുസ്ലിം നവോത്ഥാനം പുനർവായനയ്ക്ക് വിധേയമാക്കുമ്പോൾ നവോത്ഥാനത്തിന്റെ 4 ഘട്ടങ്ങൾ പ്രത്യേകം പരാമർശമർഹിക്കുന്നു. ശ്രദ്ധിക്കണം നിങ്ങൾ, 4 ഘട്ടങ്ങൾ പ്രത്യേക പരാമർശമർഹിക്കുന്നു. ഒന്ന്, 1922 കേരള മുസ്ലിം ഐക്യസംഘം രൂപവൽക്കരിക്കുന്ന കാലഘട്ടം. 2, 1922 മുതൽ 1950 കേരള നദ്വത്തുൽ മുജാഹിദീൻ രൂപവൽക്കരിക്കുന്നതുവരെയുള്ള കാലയളവ്. 3, 50 മുതൽ നദ്വത്തിലുണ്ടായ ഭിന്നിപ്പ് വരെയുള്ള ഘട്ടം. 4, തുടർന്നുള്ള കാലം. മനസ്സിലായോ? കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തിന്റെ തുടക്കം എന്ന് മുതൽക്ക കേരള മുസ്ലിം ഐക്യസംഘത്തിന്റെ കാലം മുതൽ, പിന്നെ കേരള നദ്വത്തുൽ മുജാഹിദിന്റെ കാലം മുതൽ, പിന്നീട് ഇവർ പിളരുന്ന ആ കാലം വരെ, പിന്നീട് പിളർന്നതിന്റെ ശേഷം. ഇതാണ്
ഇസ്ലാമിക നവോത്ഥാനത്തിന്റെ, കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ കാലഗണന എന്ന് 2002 സഹോദരങ്ങളെ ഇവർ നടത്തിയ സമ്മേളനത്തോടനുബന്ധിച്ച് പ്രസിദ്ധീകരിച്ച ഇവരുടെ സുവനീറിന്റെ 151 പേജിൽ പറയുന്നു. ഈ നവോത്ഥാനത്തിൽ സൈനുദ്ദീൻ മഖ്ദൂമില്ല, മമ്പുറന്നങ്ങളില്ല, ഉമർ ഖാളിയില്ല, ആലി മുസ്ലിയാരില്ല. കേരളീയ മുസ്ലിം നവോത്ഥാനത്തിന് ചങ്കൂറ്റത്തോടെ നേതൃത്വം നൽകിയ ഒരൊറ്റ പണ്ഡിതന്റെയും ചരിത്രമില്ല. പിന്നെയോ നവോത്ഥാന നായകന്മാരായി അതേ പുസ്തകത്തിൽ തന്നെ ഇവരെണ്ണുന്ന ചില ആളുകളുണ്ട്. നോക്കൂ നിങ്ങൾ. 1 ശ്രീ ശങ്കരാചാര്യർ, മക്തിത്തങ്ങൾ, ഹമദാനിത്തങ്ങൾ, ശ്രീനാരായണ ഗുരു, ചാരിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി, വക്കം മൗലവി, ചട്ടമ്പി സ്വാമികൾ, അയ്യങ്കാളി, വാഗ്ഭടന്മാർ, KM മൗലവി, K അയ്യപ്പൻ, VT ഭട്ടതിരിപ്പാട് തുടങ്ങിയവരുടെ ധീരമായ ഇടപെടലുകളാണ് കേരളത്തിലെ വിവിധ മതസമൂഹങ്ങളിൽ പരിഷ്കരണ പ്രവർത്തനങ്ങൾക്ക് തിരികൊളുത്തിയത്. അത് നല്ല ഉഷാറായിട്ടുണ്ട്. K അയ്യപ്പനും KM മൗലവിയും, ശ്രീ നാരായണ ഗുരുവും മക്തി തങ്ങളും, വക്കം മൗലവിയും ചട്ടമ്പി സ്വാമികളും ഇവരാണ് കേരളത്തിലെ നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. സഹോദരങ്ങളെ, ഇതിൽ സൈനുദ്ദീൻ മഖ്ദൂമിന്റെ പേരുണ്ടോ? ഇല്ല. മമ്പുറന്നങ്ങളെ പേരുണ്ടോ? ഇല്ല. ഉമർ ഖാളിയുടെ പേരുണ്ടോ? ഇല്ല. ആലി മുസ്ലിയാരുടെ പേരുണ്ടോ? ഇല്ല. കേരളീയ മുസ്ലിം നവോത്ഥാനത്തിന് ചുക്കാൻ പിടിച്ച, ചങ്കൂറ്റത്തോടെ നേതൃത്വം നൽകിയ ഒരൊറ്റ പണ്ഡിതന്റെയും പേരില്ലെന്ന് മാത്രമല്ല, ബ്രിട്ടീഷ് ഇന്ത്യക്കെതിരെ ചോര കൊടുത്ത് രക്തം ചിന്തി വിയർപ്പൊഴുക്കി മുസ്ലിം സഹോദരങ്ങള് യുദ്ധം ചെയ്ത് ആ യുദ്ധത്തിന് നേതൃത്വം നൽകിയ വാരിയങ്കുന്നന്റെ പേരില്ല, ആലി മുസ്ലിയാരുടെ പേരില്ല, കട്ടിലശ്ശേരി മുഹമ്മദ് മുസ്ലിയാരുടെ പേരില്ല. അങ്ങനെ തുടങ്ങി കേരളത്തിലെ മുസ്ലിം നവോത്ഥാനത്തിന് രാഷ്ട്രീയ രംഗത്തും സാമുദായിക രംഗത്തും മതരംഗത്തും ഒരുപോലെ നേതൃത്വം നൽകിയ പണ്ഡിത പ്രതിഭകളിൽ ഒരൊറ്റ പണ്ഡിതന്റെയും പേര് ഈ നവോത്ഥാന നായകന്മാരുടെ കൂട്ടത്തിലില്ല. പിന്നെയോ ആരാ നവോത്ഥാന നായകൻ? KM മൗലവി. ഇദ്ദേഹത്തിന്റെ ചരിത്രം എന്താണ്? മലബാർ കലാപം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പിടിക്കപ്പെടും, വധിക്കപ്പെടുമെന്ന് തോന്നിയപ്പോൾ മുസ്ലിം സഹോദരങ്ങളെ യുദ്ധക്കളത്തിലേക്ക് എടുത്തെറിഞ്ഞ് ആവേശകരമായ പ്രസംഗം നടത്തി മുസ്ലിം സഹോദരങ്ങളെ തെരുവിലിറക്കി. സഹോദരങ്ങളെ, ഒരു പെണ്ണിൽ നിന്ന് വായ്പ വാങ്ങിയ ഒരു പർദ്ദയണിഞ്ഞുകൊണ്ട് സമരമുഖത്ത് നിന്ന് ഒളിച്ചോടി കൊടുങ്ങല്ലൂരിലേക്ക് ഒളിച്ചോടിയ KM മൗലവിയാണ് നവോത്ഥാന നായകന്മാരിലെ ഒന്നാമൻ. പേടിത്തൊണ്ടനാണ് ഈ മനുഷ്യൻ, ഭീരുവാണ് ഈ മനുഷ്യൻ. മലബാർ കലാപത്തിന്റെ പേരിൽ മുസ്ലിമീങ്ങളെ സമരക്കളത്തിലേക്ക് ഇറക്കി മുസ്ലിമീങ്ങൾ ബ്രിട്ടീഷ് ഇന്ത്യയോട് സമരം നടത്തുമ്പോൾ ഒരു പെണ്ണിന്റെ പർദ്ദ കടം വാങ്ങി അത് തലയിൽ ചുറ്റി കൊടുങ്ങല്ലൂരിലേക്ക് ഒളിച്ചോടിയ പേടിത്തൊണ്ടനായ ഈ മൗലവിയാണ് നവോത്ഥാന നായകന്മാരായി അവതരിപ്പിക്കപ്പെടുന്നത്. സഹോദരന്മാരെ, നവോത്ഥാനം, അതിന്റെ ചരിത്രവും അതിന്റെ ചരിത്ര പുരുഷന്മാരും വാസ്തവത്തിൽ തമസ്കരിക്കപ്പെടുകയും യഥാർത്ഥ ചരിത്രത്തെ മറച്ചുവെച്ച്, ചരിത്ര പുരുഷന്മാരെ മറച്ചുവെച്ച് ഞങ്ങളാണ് നവോത്ഥാനത്തിന്റെ ആളുകൾ, ഞങ്ങളാണ് നവോത്ഥാന പുരുഷന്മാർ എന്നവകാശപ്പെട്ടുകൊണ്ട് നെഞ്ചുന്തി പള്ളയുന്തി അഹങ്കരിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന ഭീരുക്കളുടെയും അല്പന്മാരുടെയും കഥയാണ് സഹോദരങ്ങളെ വർത്തമാന കേരളത്തിൽ നാം കാണുന്നത്. ആ കഥയും ചരിത്രവുമാണ് SSFഉം SYSഉം ഇവിടെ മാന്തി പൊളിച്ച് ജനങ്ങൾക്ക് മുമ്പിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഇവർ നവോത്ഥാന നായകന്മാരല്ല. ഇവര് ചെയ്തത് വാസ്തവത്തിൽ മതത്തെ സംഹരിക്കലാണ്. അത് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ. ഞാൻ എന്റെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, നവോത്ഥാനം എന്ന് പറഞ്ഞാൽ മതത്തെ നിലനിർത്തല. തറാവീഹ് 20 ആണെങ്കിൽ അത് നിലനിർത്തുക, അതാണ് നവോത്ഥാനം. 20 നിസ്കരിക്കുന്നതിൽ നിന്ന് ആളുകൾ പിന്തിരിയുമ്പോൾ 20 നിസ്കരിക്കാൻ വേണ്ടി അവരെ പ്രോത്സാഹിപ്പിക്കുക, അതാണ് നവോത്ഥാനം. അതാണ് നവോത്ഥാനം. 5 വക്ത് നിസ്കാരം, അത് ജനങ്ങൾ അതിൽ നിന്ന് അകന്നകന്നു പോകുമ്പോൾ അത് അവരെ നിസ്കരിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിക്കുക, അതാണ് നവോത്ഥാനം. കൂട്ടുപ്രാർത്ഥന,
അതിന് തയ്യാറാകാതെ ജനങ്ങൾ പള്ളിയിൽ നിന്ന് എഴുന്നേറ്റ് പോകാൻ തുടങ്ങുമ്പോൾ അവരെ ബോധവൽക്കരിച്ച് ആ പ്രാർത്ഥന കൊണ്ടുവരാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുക. അതായത് ഇസ്ലാമിന്റെ, അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് നിലനിർത്തുന്നതിന് വേണ്ടി പ്രവർത്തിക്കുക. അതാണ് നവോത്ഥാനം. മുജാഹിദ് എന്താ ചെയ്തത്? കൂട്ടുപ്രാർത്ഥന എടുത്തു കളഞ്ഞു, സംഹരിച്ചു, നശിപ്പിച്ചു. തറാവീഹ് 20 നിന്ന് 8 ചുരുക്കി, നശിപ്പിച്ചു. ഖുനൂത്ത് ഇല്ലായ്മ ചെയ്തു, നശിപ്പിച്ചു. മൗലിദ് പാരായണം ഇല്ലായ്മ ചെയ്തു, നശിപ്പിച്ചു. നബിദിനാഘോഷം ഇല്ലായ്മ ചെയ്തു, നശിപ്പിച്ചു. ജുമുഅയുടെ 2 ബാങ്ക് ഇല്ലായ്മ ചെയ്തു, നശിപ്പിച്ചു. അങ്ങനെ ഇസ്ലാമിന്റെ മുഴുവൻ സുന്നത്തുകളും ഇസ്ലാമിന്റെ മുഴുവൻ ചിഹ്നങ്ങളും നശിപ്പിക്കുകയും അത് സംഹരിക്കുകയും ചെയ്തവരാണ് സഹോദരങ്ങളെ കേരളത്തിലെ വഹാബികൾ, കേരളത്തിലെ വഹാബി പ്രസ്ഥാനം. ഞാനൊരു കാര്യം മാത്രം, ഒരുപാട് കാര്യങ്ങൾ ഇവിടെ രേഖപ്പെടുത്തി വെച്ചിരുന്നെങ്കിലും ഒരൊറ്റ കാര്യം മാത്രം നിങ്ങളോട് സൂചിപ്പിക്കുന്നു. കേരളത്തിലെ വഹാബികൾ സാധാരണ പറയാറുണ്ട്, എന്ത്, ഈ മുസ്ലിയാക്കന്മാർ ഇംഗ്ലീഷിന്റെ വിരോധികളാണ്. ഞങ്ങളാണ് സമുദായത്തെ ഇംഗ്ലീഷ് പഠിപ്പിച്ചത്, മലയാളം തന്നെ അറിയില്ല ഈ വർഗത്തിന്. എന്നിട്ടാണ് ഇവർ ഇംഗ്ലീഷിനെ കുറിച്ച് പറയുന്നത്. സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് കേരളത്തിലെ പണ്ഡിതന്മാർ സ്വാതന്ത്ര്യ സമരം നടക്കുന്ന കാലഘട്ടത്തിൽ ഇംഗ്ലീഷ് ഭാഷയ്ക്കെതിരെ ശബ്ദിക്കാനുള്ള കാരണം? വർത്തമാന കാലഘട്ടത്തിൽ ഇതേക്കുറിച്ച് പറയണം, വിശദീകരിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇംഗ്ലീഷ് ഭാഷയ്ക്കെതിരെ പണ്ഡിതന്മാർ തിരിഞ്ഞുവെന്നും അങ്ങനെ മുസ്ലിം സമുദായത്തെ വിദ്യാഭ്യാസ രംഗത്ത് നിന്ന് അവർ പിറകോട്ട് വലിച്ചുവെന്നും മുസ്ലിം സമുദായത്തെ 50 വർഷമെങ്കിലും പിറകോട്ട് വലിക്കാൻ ഈ കേരളീയ പണ്ഡിതന്മാർ ശ്രമിച്ചുവെന്നും മുജാഹിദും ജമാഅത്തെ ഇസ്ലാമിയും പ്രസംഗിക്കാറുണ്ട് വളരെ സജീവമായി. പക്ഷെ ഇപ്പൊ അത് പ്രസംഗിച്ച യേശൂല. കാരണം എന്താ? അമേരിക്കൻ സാമ്രാജ്യത്തിനെതിരെ ഉൽപ്പന്ന ബഹിഷ്കരണം നടത്തുന്നവരാണ് കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകത്തെയും മുസ്ലിമീങ്ങൾ, അല്ലേ? ഡെൻമാർക്കിൽ നിന്ന് ഒരു പത്രം അള്ളാഹുവിന്റെ റസൂലിന്റെ കാർട്ടൂണുമായി പ്രസിദ്ധീകരിച്ച് രംഗത്ത് വന്നപ്പോൾ സഹോദരങ്ങളെ, ലോകമൊട്ടുക്കുമുള്ള മുസ്ലിമീങ്ങൾ ഡെൻമാർക്കിന്റെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിച്ചു. കാരണം എന്തേ? ഉൽപ്പന്ന ബഹിഷ്കരണം ഏറ്റവും നല്ല ഒരു സമരരീതിയാണ്. സാമ്രാജ്യത്വം അകാരണമായി മുസ്ലിം രാജ്യങ്ങളെ പിടിച്ചടക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആരും നിർദ്ദേശിക്കാതെ, ആരും ആഹ്വാനം ചെയ്യാതെ അമേരിക്കൻ ഉൽപ്പന്നങ്ങളെ ബഹിഷ്കരിക്കുവാൻ മുസ്ലിമീങ്ങളും മുസ്ലിം രാജ്യങ്ങളും സ്വയമേവ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. കാരണം എന്തേ? ബഹിഷ്കരണം ഒരു നല്ല സമരായുധമാണ്. എന്നാൽ അതുപോലെയുള്ള ഒരു സമരായുധമായിരുന്നു ആ കാലത്ത് ഭാഷാ ബഹിഷ്കരണം. ഗുജറാത്തില് മോഡി സർക്കാർ വിദ്യാഭ്യാസത്തെ കാവ്യവൽക്കരിച്ചപ്പോൾ, അടുത്ത കാലത്താണത്, വിദ്യാഭ്യാസ രംഗം പുസ്തകം മുഴുവനും കാവ്യവൽക്കരിച്ചുകൊണ്ട് ക്ഷേത്രവും അമ്പലവും ഹിന്ദുമത ആചാരങ്ങളും മാത്രം കുട്ടികളെ സ്കൂളിൽ വെച്ച് പുസ്തകങ്ങളിലൂടെ പഠിപ്പിക്കാൻ വേണ്ടി തുനിഞ്ഞപ്പോൾ ഗുജറാത്തിലും UP-യിലുമുള്ള പണ്ഡിതന്മാർ ഫത്വ പുറപ്പെടുവിച്ചു. എന്ത്? ഞങ്ങൾ വിദ്യാഭ്യാസം ബഹിഷ്കരിക്കും, ഞങ്ങൾ സ്കൂൾ ബഹിഷ്കരിക്കും. അവരുടെ തീരുമാനം ശരിയോ തെറ്റോ എന്ന് ഞാൻ പറയുകയല്ല. പക്ഷെ ഈ കാലഘട്ടത്തിലും ബഹിഷ്കരണം എന്ന് പറയുന്നത് അതൊരു വലിയ സമരായുധമാണ്. എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ്, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ബ്രിട്ടീഷുകാര് അവരുടെ ഭാഷയും അവരുടെ സംസ്കാരവും കൊണ്ട് ഈ രാജ്യത്തെ കീഴ്പ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അവരുടെ വസ്ത്രം മാത്രമല്ല അവരുടെ ഭാഷയും ബഹിഷ്കരിക്കണമെന്ന് മുസ്ലിം പണ്ഡിതന്മാർ പറഞ്ഞെങ്കിൽ അതൊരു സമരായുധമായിരുന്നു. ആ ചരിത്ര സത്യം മറച്ചുവെച്ചുകൊണ്ട് മുസ്ലിം പണ്ഡിതന്മാർ ഭാഷാവിരോധികളാണ് എന്ന വിടുവായിത്തം സഹോദരങ്ങളെ ഇപ്പോഴും പ്രസംഗിക്കുന്നു അല്പന്മാരായ ചില മുജാഹിദ് മൗലവിമാർ. ഒന്ന്. രണ്ടാമതായി മുജാഹിദുകള് അവകാശപ്പെടുന്ന ഒരു കാര്യമാണ് മദ്രസ പ്രസ്ഥാനത്തിന്റെ ആളുകൾ ഞങ്ങളാണ്. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഈ എട്ടുകാലി മമ്മുഞ്ഞി എന്ന് പറഞ്ഞൊരു കഥാപാത്രമുണ്ട് വൈക്കം മുഹമ്മദ് ബഷീറിന്. ഇയാൾക്ക് കുട്ടികളുണ്ടാവില്ല, കുട്ടികൾ ജനിക്കൂല. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഒരു രീതിയാണ് എന്ത്? എവിടെ പെണ്ണിന് ഗർഭമുണ്ടായാലും അയാൾ ആളുകളൊക്കെ ഇടയിൽ കയറി എന്നിട്ട് പറയാം അതിന്റെ ആള് നമ്മളാ. ഏതൊരു വേശ്യക്ക് എവിടെ ഗർഭമുണ്ടായാലും പറയും ആ എട്ടുകാലി മമ്മുഞ്ഞി എഴുന്നേറ്റിട്ട് പറയും അതിന്റെ ആള് നമ്മളാ. കാരണം ഇയാളുടെ ആണത്വം തെളിയിക്കാനുള്ള ഒരു മാർഗമായിരുന്നു അത്. എന്നതുപോലെ സമുദായത്തിൽ എന്ത് നല്ല കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ അതിനെക്കുറിച്ചൊക്കെ വഹാബികൾ പറയും അതിന്റെ ആള് നമ്മളാ.
ഈ കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ് മദ്രസ പ്രസ്ഥാനത്തിന്റെ ആളുകൾ ഞങ്ങളാണ് എന്ന അവകാശവാദം. നിങ്ങൾക്കറിയുമോ, ഇത് ചന്ദ്രികാ ദിനപത്രമാണ്. സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം. ചന്ദ്രികാ ദിനപത്രത്തിൽ 1995 26/11/1995 അതിന്റെ വാരാന്ത പതിപ്പിൽ ഒരു ലേഖനം. എന്താണ് ലേഖനം? നൂറ്റാണ്ട് പിന്നിട്ട മദ്രസാ പ്രസ്ഥാനം. നൂറ്റാണ്ട് പിന്നിട്ട മദ്രസാ പ്രസ്ഥാനം. വഹാബികൾ കേരളത്തിൽ വന്നിട്ട് എത്ര കാലായി? ഇത് 95 ഈ ലേഖനം. നൂറ്റാണ്ട് പിന്നിട്ട മദ്രസാ പ്രസ്ഥാനം എന്ന ലേഖനം ചന്ദ്രിക പ്രസിദ്ധീകരിക്കുന്നത് എപ്പോഴാണ്? 95. ഇപ്പോ 10-12 കൊല്ലം കഴിഞ്ഞു. അന്ന് പറയാണ് നൂറ്റാണ്ട് പിന്നിട്ട മദ്രസാ പ്രസ്ഥാനം. മുജാഹിദുകൾ വന്നിട്ട് അന്നേക്ക് എത്ര കൊല്ലമായിട്ടുള്ളൂ? ആകെ 70 കൊല്ലം. വഹാബിസം കേരളത്തിൽ ഉണ്ടായിട്ട് ആകെ 70 കൊല്ലമായിട്ടുള്ളൂ. ആ 70 കൊല്ലം തികയുന്ന സമയത്ത് കേരളത്തിൽ നൂറ്റാണ്ട് പിന്നിട്ട മദ്രസയുടെ വാർഷികം ആഘോഷിക്കുക. എവിടെ? കണ്ണൂരിൽ സുന്നികൾ സ്ഥാപിച്ച മദ്രസയുടെ 100ാം വാർഷികം ആഘോഷിക്കുന്നതിനോടനുബന്ധിച്ച് ചന്ദ്രിക പ്രസിദ്ധീകരിച്ച സപ്ലിമെന്റാണ്, ലേഖനമാണ് സഹോദരങ്ങളെ ഈ കാണുന്നത്. ഞാനിത് വായിച്ചു കേൾപ്പിക്കുന്നില്ല. വളരെ വിശദമായി കണ്ണൂരിൽ മദ്രസ സ്ഥാപിച്ചതും അത് സുന്നത്ത് ജമാഅത്തിനാൽ നടത്തപ്പെട്ടതും അങ്ങനെ ഒരു നൂറ്റാണ്ട് പിന്നിട്ട ആ മദ്രസയുടെ വാർഷികം ആഘോഷിക്കുന്നതായും ഈ ലേഖനത്തിൽ വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മദ്രസാ പ്രസ്ഥാനം ആരംഭിച്ചത് ഞങ്ങളാണ് എന്ന മുജാഹിദിന്റെ വഹാബികളുടെ അവകാശവാദം അത് എട്ടുകാലി മമ്മുഞ്ഞിയുടെ അവകാശവാദത്തെ ഓർമ്മിപ്പിക്കുന്നതാണ്. 100 വർഷം പിന്നിട്ട മദ്രസാ പ്രസ്ഥാനം എന്ന വാചകം തന്നെ സൂചിപ്പിക്കുന്നത് വഹാബികൾ കേരളത്തിൽ ജന്മമെടുക്കുന്നതിന് മുമ്പ് സുന്നികൾ മദ്രസാ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചിട്ടുണ്ട് എന്ന. അപ്പോൾ നവോത്ഥാനത്തിന്റെ പേരിൽ ഇവരെന്തൊക്കെ നടത്തിയോ അതൊക്കെ അനാവശ്യങ്ങളായിരുന്നു. നവോത്ഥാനത്തിന്റെ പേരിൽ ഇവരെന്ത് നടത്തിയതും അനാവശ്യ. എന്താ നടത്തിയത്? ഒന്ന്, സ്ത്രീ പള്ളി പ്രവേശം, അത് അനാവശ്യമാണ്. ഖുതുബ പരിഭാഷ, അത് അനാവശ്യമാണ്. കൂട്ടുപ്രാർത്ഥന എടുത്തു കളഞ്ഞു, അത് സംഹാരമാണ്. കുനൂത്ത് എടുത്തു കളഞ്ഞു, അത് സംഹാരമാണ്. ജുമാന്റെ 2 ബാങ്ക് എടുത്തു കളഞ്ഞു, അത് സംഹാരമാണ്. ഇങ്ങനെ ഇവര് നവോത്ഥാനം എന്ന പേരിൽ നടത്തിയ മുഴുവൻ കാര്യങ്ങളും തമ്മാടിത്തരങ്ങളും അനാവശ്യങ്ങളുമായിരുന്നു. പിന്നെ വിദ്യാഭ്യാസ രംഗത്ത് പുരോഗതി ഉണ്ടാക്കി. ഞങ്ങൾ കോളേജ് ഉണ്ടാക്കി, മദ്രസ ഉണ്ടാക്കി, മുസ്ലിം പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുത്തു, മുസ്ലിം ആൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുത്തു. അതൊക്കെ നിങ്ങളുടെ വിടുവായിത്തമാണ്. ഏതൊരു സമൂഹത്തിലും ഏതൊരു സമുദായത്തിലും കാലക്രമത്തിൽ സംഭവിക്കുന്ന പുരോഗതി മാത്രമാണത്. ഒരു 50 കൊല്ലം മുമ്പുള്ള സമുദായമല്ല ഇപ്പുള്ളത്. ഒരു 100 കൊല്ലം മുമ്പുള്ള സമുദായമല്ല ഇപ്പുള്ളത്. ഇനി ഇന്നില്ലാത്ത പുരോഗതി ഒരു 100 കൊല്ലം കഴിഞ്ഞാൽ മുസ്ലിം സമുദായത്തിൽ ഉണ്ടാവും. അതൊക്കെ ഞങ്ങളതാണെന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ അതിനൊന്നും ഒരു അർത്ഥമല്ല. ഒരു 100 കൊല്ലം കഴിഞ്ഞാൽ ഇന്നത്തെ സമുദായമായിരിക്കുമോ? 100 കൊല്ലം കഴിഞ്ഞാൽ ഇന്ന് ഒരു നാട്ടിൽ 10 ഡോക്ടർമാരുണ്ടെങ്കിൽ ഒരുപക്ഷെ 100 കൊല്ലം കഴിഞ്ഞാൽ 20 or 25 ഡോക്ടർമാരുണ്ടാവും. അല്ലെങ്കിൽ എഞ്ചിനീയർമാരുണ്ടാകും, വിദ്യാഭ്യാസമുള്ളവരുണ്ടാകും, പണ്ഡിതന്മാരുണ്ടാകും, പഠനത്തിന് ഇന്നില്ലാത്ത മാർഗങ്ങളുണ്ടാകും. ഇതൊക്കെ കാലക്രമത്തിൽ സംഭവിക്കുന്നതാണ് എന്നല്ലാതെ ഏതെങ്കിലും ഒരു കൂട്ടർ കരുതിക്കൂട്ടി ഉണ്ടാക്കണ പണിയല്ല. ഉണ്ടാകണ ഓരോ സംഗതികൾ അത് ഞങ്ങളതാണ് എന്ന് അവകാശപ്പെടുകയാണ് വാസ്തവത്തിൽ വഹാബിസം ആ കാര്യങ്ങളിലൊക്കെയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, ഞാൻ ചുരുക്കി നേരത്തെ പറഞ്ഞ കാര്യം ഓർമ്മപ്പെടുത്തുന്നു. നവോത്ഥാനം എന്ന് പറയുന്നത് ഇസ്ലാമിക ശരീഅത്തിന്റെ സംരക്ഷണമാണ്, ഇസ്ലാമിക ശരീഅത്തിന്റെ സംഹാരമല്ല. ലോകത്ത് അള്ളാഹുവിന്റെ റസൂല് ഇസ്ലാം സമർപ്പിച്ചത്, ഇസ്ലാം സമർപ്പിച്ചത് സമ്പൂർണമായ മതമായിക്കൊണ്ടാണ്. മുസ്ലിമീങ്ങൾ ഒന്നാകെ തൗഹീദിൽ നിന്ന് വഴിമാറി ശിർക്കിലേക്കോ തൗഹീദ് സുന്നത്തിൽ നിന്ന് വഴിമാറി ബിദ്അത്തിലേക്കോ പോകുന്ന ഒരു സമ്പ്രദായം ഒരിക്കലും ലോകത്ത് സംഭവിക്കുകയില്ല. ഖിയാമത്ത് നാൾ വരെ ഈ മതം നിലനിൽക്കുക തന്നെ ചെയ്യും. അതേസമയത്ത് കേരളത്തിൽ നവോത്ഥാനത്തിന് നേതൃത്വം നൽകുന്നവർ എന്ന് പരിചയപ്പെടുത്തപ്പെടുന്ന വഹാബിസം അവര് മാതൃകയായി സ്വീകരിക്കുന്നത് സഹോദരങ്ങളെ സർവമത സത്യവാദിയായ ജമാലുദ്ദീൻ അഫ്ഗാനി, അതുപോലെ മദ്യപാനിയും പെണ്ണുപിടിയരുമായ മുഹമ്മദ് അബ്ദു, അതുപോലെ സർവമത സത്യവാദിയും ലോകത്ത്
തമ്മാടിയുമായ റഷീദ് റിള തുടങ്ങിയ ആളുകളെയാണ്. ഇവരിൽ നിന്ന് ആദർശം സ്വീകരിക്കുന്ന വഹാബിസം മദ്യപാനത്തിലേക്കും സർവമത സത്യവാദത്തിലേക്കും കൂപ്പുകുത്തുന്ന രംഗങ്ങൾ നേരത്തെ ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുകയുണ്ടായി. എന്നാൽ ഒരു മുസ്ലിമിന്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ വേദനയുളവാക്കുന്ന രൂപത്തിൽ സഹോദരങ്ങളെ മുഹമ്മദ് അബ്ദുവിൽ നിന്നും റഷീദ് റിളയിൽ നിന്നും ജമാലുദ്ദീൻ അഫ്ഗാനിയിൽ നിന്നും സർവമത സത്യവാദത്തിന്റെ ആദർശം സ്വീകരിച്ച വഹാബി പ്രസ്ഥാനം ആ സർവമത സത്യവാദം അവരുടെ ജീവിതത്തിൽ പകർന്ന് അവരുടെ ജീവിതത്തിൽ പകർത്തി നമുക്ക് മുമ്പിൽ കാണിച്ച 2 ചിത്രങ്ങൾ നേരത്തെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചുവല്ലോ. എന്നാൽ അമ്പലത്തിൽ തേങ്ങയുടക്കുന്നതിന് തേങ്ങ കൊടുക്കുവാനും അതുപോലെ തിരി കത്തിച്ചുകൊണ്ട് മതസൗഹാർദ്ദ സമ്മേളനം സ്വാമിമാരോടൊപ്പം അച്ഛന്മാരോടൊപ്പം ഒന്നിച്ചു നിന്നുകൊണ്ട് ഉദ്ഘാടനം ചെയ്യുവാനും സഹോദരങ്ങളെ വഹാബി പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ തയ്യാറാവുകയും അങ്ങനെ ഞങ്ങൾ ക്കുന്നതിന് വേണ്ടി തേങ്ങ സംഭാവന ചെയ്തു എന്ന് സക്കരിയ സലാഹി പത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രസംഗിക്കുന്നു. ഞാനിത് പറയുമ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. മതസൗഹാർദ്ദം നമ്മളെല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. അമ്പലം പൊളിഞ്ഞു വീണാൽ ആ അമ്പലം നിർമ്മിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യുക. അതുപോലെ സഹോദരങ്ങളെ ഹൈന്ദവ സുഹൃത്തുക്കളുമായി ആ ഹൈന്ദവനായ ഒരു അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ അവന് കഞ്ഞി വെക്കുന്നതിന് അരി കൊടുക്കുക, അവൻ രോഗിയായി കിടക്കുമ്പോൾ അവന് മരുന്ന് വാങ്ങുന്നതിന് പങ്കെടുക്കുക. ഇതൊക്കെ മതസൗഹാർദ്ദത്തിന്റെ ഭാഗമാണ്. എന്നാൽ അമ്പലത്തിൽ തേങ്ങയുടക്കാൻ വേണ്ടി തേങ്ങ കൊടുക്കുക, അമ്പലത്തിൽ വിളക്ക് കത്തിക്കാൻ വേണ്ടി എണ്ണ കൊടുക്കുക, അങ്ങനെ തുടങ്ങിയ അമ്പലത്തിലുള്ള ആരാധനാകർമ്മങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി ഒരു മുസ്ലിം സഹായിക്കുന്നത് സർവമത സത്യവാദത്തിന്റെ വാദമാണ്. എന്നാൽ ഈ പറയുന്ന മങ്കട അബ്ദുൽ അസീസ് മൗലവി എന്ന് പറയുന്ന കേരള നദ്വത്തുൽ മുജാഹിദീന്റെ സംസ്ഥാന പ്രസിഡന്റായ വ്യക്തി അമ്പലത്തിൽ തേങ്ങയുടച്ച് അമ്പലത്തിലെ തേങ്ങയുടക്കൽ കർമ്മം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി തേങ്ങ കൊടുത്തു എന്നാണ് സർവമത സത്യവാദിയായി ഈ മനുഷ്യൻ മുസ്ലിമീങ്ങളെ സർവമത സത്യവാദത്തിലേക്ക് ക്ഷണിക്കുന്ന പ്രവർത്തനം നടത്തിയെന്ന് അദ്ദേഹത്തിന്റെ മറുപക്ഷത്തുള്ള മൗലവി ഗ്രൂപ്പിലെ സക്കരിയ സലാഹി പ്രസംഗിക്കുന്ന ചിത്രം നിങ്ങൾ നോക്കൂ. പ്രൊഫസർ മങ്കട അബ്ദുൽ അസീസ് മൗലവി അതെന്നെ കേട്ടോളി കേട്ടോ. അമ്പലത്തിലേക്ക് തേങ്ങയുടക്കൽ ചടങ്ങിന് അദ്ദേഹം തേങ്ങ ദാനം ചെയ്തു. മനോരമയുടെ ശ്രീയാണ് എന്റെ കയ്യിലിരിക്കുന്നത്. അതിലിതാ ഒരു പ്രത്യേക ലേഖനം, മൈത്രിയുടെ ദേവാലയങ്ങൾ. മങ്കട പള്ളിയുടെ ഫോട്ടോമാണ് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് പറയാണ് മങ്കട ജുമുഅത്ത് പള്ളിയുടെ 400 മീറ്റർ ദൂരെ 2000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ക്ഷേത്രം നിലനിന്നിരുന്നതായി കണ്ടെത്തിയിരുന്നു. 700 വർഷം ക്ഷേത്രത്തിൽ പൂജ നടന്നതായും ദേവപ്രശ്നത്തിൽ കണ്ടിരുന്നു. എന്നിട്ട് അങ്ങനെ പറയാണ്, പലപ്പോഴായി ഇവിടെ നിന്ന് ക്ഷേത്രാവശിഷ്ടങ്ങളും കണ്ടെത്തിയിരുന്നു. ക്ഷേത്രം സ്ഥിതി ചെയ്തിരുന്ന സ്ഥലവും അതിനോട് ചേർന്ന പറമ്പും പലർക്കായി വിറ്റു. പല കൈകളിലൂടെ മാറി ഒടുവിൽ സ്ഥലം മങ്കടയിലെ തയ്യിൽ അബ്ദുറഹ്മാന്റെ ഭാര്യ തയ്യിൽ മറിയുമ്മയുടെ അവകാശമായി മാറി. മറിയുമ്മയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്തിരുന്ന സ്ഥലം മങ്കടയിലെ ഹിന്ദു സഹോദരന്മാർക്ക് ക്ഷേത്ര പുനരുദ്ധാരണത്തിനായി നൽകിയത്. ക്ഷേത്രം നിർമ്മിക്കാനായി ദേവപ്രശ്നം നടത്തിയ സമയത്ത് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തോട് ചേർന്നുള്ള പറമ്പ് കൂടി വിട്ടുകിട്ടണമെന്ന് ജ്യോത്സ്യന്മാർ പറഞ്ഞു. ക്ഷേത്ര പറമ്പിനോട് ചേർന്ന് നന്നായി തേങ്ങ വിളഞ്ഞിരുന്ന 2 ഏക്കർ പറമ്പ് കുറഞ്ഞ വിലക്ക് നൽകാനും മറിയുമ്മ തയ്യാറായി. 1997 മങ്കട മാണിക്കേടത്ത് മഹാദേവ ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണം തുടങ്ങിയത്. ക്ഷേത്രത്തിന്റെ നിർമ്മാണം ഇപ്പോൾ ഏകദേശം പൂർത്തിയായി. ക്ഷേത്രത്തിൽ ആദ്യത്തെ തേങ്ങയുടക്കൽ ചടങ്ങിനുള്ള തേങ്ങ മറിയുമ്മയുടെ സഹോദരനായ മങ്കട അബ്ദുൽ അസീസ് മൗലവിയാണ് നൽകിയത്. കേരള നദ്വത്തുൽ മുജാഹിദീന്റെ പ്രസിഡന്റാണ് ഈ പറയുന്ന മങ്കട അബ്ദുൽ അസീസ് മൗലവി. അദ്ദേഹമാണ് ക്ഷേത്രത്തിലെ 1ാമത്തെ തേങ്ങയുടക്കനുള്ള തേങ്ങ കൊടുക്കുന്നത്. ഒരത്ഭുതമല്ല. കാരണം സർവമത സത്യവാദിയാണ് നേതാവ്. ജമാലുദ്ദീൻ അഫ്ഗാനി സർവമത സത്യവാദിയാണ്. ആ സർവമത സത്യവാദത്തിൽ വിശ്വസിക്കുന്ന ആ നേതാവിനെ അംഗീകരിക്കുന്ന അബ്ദുൽ അസീസ് മൗലവിക്ക് അമ്പലത്തിലൊരു തേങ്ങയുടക്കാൻ തേങ്ങ കൊടുക്കുന്നതിൽ എന്തെങ്കിലും കുറ്റമോ തെറ്റോ കാണേണ്ടതുണ്ടോ? ഇല്ലല്ലോ സഹോദരങ്ങളെ. അത് ചെയ്ത വ്യക്തിയാണ് അബ്ദുൽ അസീസ് എന്ന് പറയുന്ന മങ്കട അബ്ദുൽ അസീസ് മൗലവി എന്ന് പറയുന്ന ഈ കേരള നദ്വത്തുൽ മുജാഹിദീന്റെ പ്രസിഡന്റ് എന്ന് സക്കരിയ സലാഹി തന്നെ പ്രസംഗിക്കുന്നു. അതുകൊണ്ട് തീർന്നില്ല. ഇനി സ്വലാഹുദ്ദീൻ മദനി എന്ന് പറഞ്ഞിട്ട് വേറെ നേതാവുണ്ട്. ഇയാളെന്താ ചെയ്തറിയോ? ഇയാൾ അച്ഛന്റെയും അതുപോലെ ക്ഷേത്രത്തിലെ പൂജാരിയുടെയും കൂടെ
മതസൗഹാർദ്ദ തിരികൊളുത്തുന്നു. നോക്കൂ നിങ്ങൾ. സാക്ഷാൽ സലാഹുദ്ദീൻ മദനി ശ്രീനാരായണ ഗുരുവിന്റെ സമാധിയോടനുബന്ധിച്ച് ദീപം കൊളുത്തുന്ന ചിത്രമാണിത്. അല്ലേ? സലാഹുദ്ദീൻ മദനിയാണിത്. ചവറ, കൊച്ചിയിൽ ചാവറ കൾച്ചറൽ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെ സമാധിനത്തോടനുബന്ധിച്ച് നടത്തിയ മതസൗഹാർദ്ദ സമ്മേളനത്തിൽ സലാഹുദ്ദീൻ മദനി, സ്വാമി പുരുന്ദരാനന്ദ, കുര്യാക്കോസ് ഫാദർ മുണ്ടാടൻ എന്നിവർ മതസൗഹാർദ്ദ ദീപം തെളിയിച്ചപ്പോൾ ദീപാരാധന ഇസ്ലാമിനുണ്ടോ? പണ്ട് നോക്കൂ നിങ്ങൾ. സക്കരിയ സലാഹി ചോദിക്കുക, ദീപാരാധന ഇസ്ലാമിലുണ്ടോന്ന്. ദീപാരാധനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നതാരാ? സലാഹുദ്ദീൻ മദനി. ഞങ്ങൾക്കൊരു അത്ഭുതമല്ല. കാരണം റഷീദ് റിദയും മുഹമ്മദ് അബ്ദുവും ജമാലുദ്ദീൻ അഫ്ഗാനിയും ഈ സർവമത സത്യവാദം പഠിപ്പിച്ച ആളാണ്. ഇപ്പൊ നോക്കൂ നിങ്ങൾ, കണ്ടില്ലേ ചിത്രം? അച്ഛനും പാതിരിയും പൂജാരിയും സലാഹുദ്ദീൻ മദനിയും 3 പേരും ഒന്നിച്ചു നിന്ന് ദീപം കൊളുത്തുന്നു. എവിടെ? ശ്രീനാരായണ ഗുരുവിന്റെ സമാധിയിൽ. അള്ളാഹുവിന്റെ റസൂലിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് മൗലിദ് പാരായണം ചെയ്യുമ്പോ ആ സദസ്സിൽ സുഗന്ധം കിട്ടാൻ വേണ്ടി ഒരു ചന്ദനത്തിരി കത്തിച്ചാല് സക്കരിയ സലാഹിയും സലാഹുദ്ദീൻ മദനിയും ഈ പറയുന്ന അബ്ദുള്ള കോയ മദനിയൊക്കെ താടി വിറപ്പിച്ചിട്ട് തുള്ളിക്കളിക്കും. അല്ലേ? അള്ളാന്റെ റസൂലിന്റെ മൗലൂദ് ഓതുമ്പോ ആ സദസ്സിലൊരു സുഗന്ധം കിട്ടാൻ വേണ്ടി ഒരു ചന്ദനത്തിരി കത്തിച്ചു വെച്ചാൽ ഇവരുടെ നിറം മാറും. ഇവരത് ശിർക്കും കുഫറുമാക്കി നരകത്തിലേക്ക് തള്ളും. അങ്ങനെയുള്ള ആളുകള് ദീപം കൊളുത്തുന്നു. ആരുടെ സമാധിയിൽ? ശ്രീനാരായണ ഗുരുവിന്റെ സമാധിയിൽ. മുജാഹിദുകളെ, വഹാബി മൗലവി കൂട്ടമേ, വഹാബി പൗരോഹിത്യമേ, നിങ്ങളുടെ തോല് ഞങ്ങൾ പൊളിക്കും. അടുത്തു വരാനിരിക്കുന്ന ദിവസങ്ങളിൽ നിങ്ങളുടെ സർവമത സത്യവാദത്തിന്റെ, നിങ്ങളുടെ മദ്യപാനത്തിന്റെ, നിങ്ങളുടെ വ്യഭിചാരത്തിന്റെ, നിങ്ങളുടെ പന്നിമാംസം ഭക്ഷിക്കലിന്റെ, നിങ്ങളുടെ ശവം തീറ്റയുടെ, നിങ്ങളുടെ പട്ടുവസ്ത്രം അനുവദനീയമാക്കലിന്റെ, നിങ്ങളുടെ പലിശ തീറ്റയുടെ എല്ലാ നാറുന്ന കഥകളും കേരളീയ മുസ്ലിമീങ്ങൾക്ക് മുമ്പിൽ എടുത്തു കാണിച്ച് പ്രദർശിപ്പിച്ച് നിങ്ങളെ ജനകീയ വിചാരണക്ക് വിധേയമാക്കുന്ന ദിവസങ്ങളാണ് വരാനിരിക്കുന്നത് എന്ന കാര്യം അവസാനമായി ഓർമ്മപ്പെടുത്തി. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.